ഹായ് പ്രൈസ് ജീസസ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ തിരുവെഴുത്തുകളുമായിട്ട് നമുക്ക് ഒരുമിക്കാൻ അവസരം ലഭിച്ചല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഒരു വലിയ പഠനത്തിൻ്റെ ഒരു ചെറിയ അറ്റംപ്റ്റാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. വിശുദ്ധ ബൈബിളിലെ ഒരു വലിയ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ശാന്തമായിട്ട് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ചേഞ്ച് യുവർ മൈൻഡ് എന്ന വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ആ വിഷയത്തിൻ്റെ തുടർമാനമായ ചില ചിന്തകളാണ് വിശദീകരിക്കാൻ ആശിക്കുന്നത്. ചേഞ്ച് യുവർ മൈൻഡ് അല്ലെങ്കിൽ മാനസാന്തരം എന്ന മലയാളത്തിൽ, റിപ്പൻഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, മെറ്റനോയ എന്ന് ഈ ഗ്രീക്കിൽ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗമാണ് അല്ലെങ്കിൽ മാനസാന്തരം, മനസ്സ് മാറ്റുക. അപ്പോൾ ഈ മനസ്സ് എന്ന വിഷയത്തെ ഞാൻ 1-2 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചത്. ദൈവരാജ്യവുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്ന, ദൈവരാജ്യം സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മനസ്സ്. ഈ മനസ്സെന്ന് പറയുന്ന വിഷയത്തെ ഞാൻ മനസ്സെന്ന വിഷയത്തെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചത്. 2 ഡയമെൻഷൻസ് ഉണ്ടെന്ന്. ആ 2 ഡയമെൻഷനെ ഒന്ന് കോൺഷ്യസ് മൈൻഡെന്നും, അല്ലെങ്കിൽ ഒന്ന് കോൺഷ്യസ് മൈൻഡെന്നും രണ്ടാമത്തതിനെ സബ് കോൺഷ്യസ് മൈൻഡെന്നും നമ്മൾ പഠിച്ചു. ഇത് ആക്ച്വലി ഈ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലല്ല. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ സെക്കുലർ വേൾഡിലാണ് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് പഠിപ്പിക്കുന്ന ധാരാളം മോട്ടിവേഷണൽ പ്രീച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ശക്തമായ നിലയിൽ വളരെ വിശാലമായിട്ട് പഠിപ്പിക്കുന്നു. സോ നമ്മൾ ഈ തിരുവെഴുത്ത് ഭാഗങ്ങളിൽ ഇതിനെ തിരുവെഴുത്തിൻ്റെ ബേസിലാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ സാൽവേഷൻ, നമ്മുടെ രക്ഷ, അല്ലെങ്കിൽ നമ്മുടെ ഹയർ കൈൻഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സോയ ലൈഫ്, നിത്യജീവൻ, ദൈവരാജ്യം. അപ്പോൾ ഈ ബൈബിളിലെ ഭാഷയിൽ ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യവുമായിട്ട് ഇതിനെന്താണ് ബന്ധം എന്ന് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ചിന്തിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു രാജ്യം വരാൻ പോവുകയാണ് എന്നാണ് ഇൻട്രൊഡക്ഷൻ. ഒരു രാജ്യം, ഒരു കൺട്രി വരാൻ പോവുക, ഒരു ന്യൂ ടെറിട്ടറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു പുതിയ ഒരു 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 ടെറിട്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു പുതിയ സംവിധാനം, ഒരു ലൈഫ് സ്റ്റൈൽ അത് കൊണ്ടുവന്ന ഒരു രാജാവിനെ പരിചയപ്പെടുത്തുക. സാധാരണ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുക, നിങ്ങൾ സിറ്റിസൺഷിപ്പ് മാറ്റിക്കോ, പാസ്പോർട്ട് മാറ്റിക്കോ, മതം മാറിക്കോ, കൾച്ചർ ഇതൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പ്രവാചകൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുകയാണ്, ചേഞ്ച് യുവർ മൈൻഡ്, മെറ്റനോയ, നിങ്ങളുടെ മനസ്സ് മാറ്റിക്കോ. വാസ്തവത്തിൽ ഒരു രാജ്യവുമായി, അല്ലെങ്കിൽ ഒരു വലിയ രാജ്യം സ്വീകരിക്കാൻ, ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം പറയുകയാണ്, ചേഞ്ച് യുവർ മൈൻഡ്. അപ്പം ഞാൻ പറഞ്ഞ ആ മൈൻഡ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഒന്നും കൂടെ ഞാനത് ശാന്തമായിട്ട് പറയാം. മൈൻഡിന് 2 ഡയമെൻഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഡയമെൻഷൻ ഈസ് കോൺഷ്യസ് മൈൻഡ്. അതിനെ നമ്മൾ വിളിക്കുന്നത് റിഫ്ലെക്സീവ് മൈൻഡ് എന്നാണ്. റിഫ്ലെക്സീവ് മൈൻഡ്. രണ്ടാമത്തത് റിഫ്ലെക്റ്റീവ് മൈൻഡാണ്. ദ ഫസ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ്. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ആണ്.
അപ്പം കോമൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ നോർമൽ ലൈഫിൽ ഒരു 5% ഉള്ളൂ കോൺഷ്യസ് മൈൻഡ്. നമ്മൾ സുബോധത്തോടെ അല്ലെങ്കിൽ സുബോധ മനസ്സിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു 5%. ബാക്കി 95% നമ്മൾ ഉപബോധ മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ആ ഉപബോധ മനസ്സിനെ വിശുദ്ധ ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഏകദേശം 970 പ്രാവശ്യം, പുതിയ നിയമ പഴയ നിയമ ഭാഗങ്ങളിൽ 970 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ തിയോളജിക്കൽ മാറ്ററാണ് ദ മെസ്സേജ് ഓഫ് ദ ഹാർട്ട്. അപ്പം നമുക്കറിയാൻ പറ്റും ഒരുപാട് തിയോളജിക്കൽ വിങ്സ് ഉണ്ട്. സത്യത്തിൽ എസ്കറ്റോളജി, ന്യൂമാറ്റോളജി, എക്ലീഷിയോളജി, ഏഞ്ചലോളജി, ഡീമനോളജി, പിന്നെന്തുവാ സിസ്റ്റമാറ്റിക് തിയോളജി, സോറ്റീരിയോളജി, ന്യൂമാറ്റോളജി, ഇങ്ങനെ ഒത്തിരിയും തിയോളജീസ് ഉണ്ട്. ദൈവശാസ്ത്രം പല വിങ്സാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പഠനമാണ് ഹാർട്ട്, ഹൃദയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം. ഹൃദയം. കാരണം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഉപദേശങ്ങളിലും ആദിമസഭ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ അവരുടെ എഴുത്തുകളിലും അവരുടേതായ പഠനങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം എപ്പോഴും അവർ പറഞ്ഞ ഹൃദയം 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 എന്നിങ്ങനെ ഉരുവുക ഏകദേശം ഒരു 970 പ്രാവശ്യം. നിങ്ങൾക്കറിയാമോ, അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരാളാണ് സാത്താൻ. സാത്താൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഇന്നും കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഒരു തിയോളജി ഇല്ല. നമ്മളൊരു കഥയുണ്ടാക്കി വെച്ചിരിക്കുക സാത്താൻ എന്ന് പറയുന്നത്. കാരണം സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫറാണ്, വെട്ടിയേറ്റ് വന്നതാണെന്നും ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. 2-3 ചോദ്യങ്ങൾ തിരിച്ച് അതിനോട് ചോദിച്ചാൽ അവിടെ നമ്മൾ പലതിനും ആൻസർ ഇല്ലാതാവും. കാരണം ഒരു ദൈവദൂതനാണ് സാത്താൻ എന്ന് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, ദൂതനാണ്. ഞാൻ പറഞ്ഞത് ഈ തിയോളജിക്കൽ വിങ്ങാണ്. തിയോളജി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് തന്നെ ഡിമനോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഒത്തിരി വലിയ ഇഷ്ടംപോലെ ഒരുപാട് PhD-കാർ അതിനകത്തുണ്ട്. ഒരുപാട് തിയോളജിയൻസ് അത് റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സാത്താൻ എന്ന് പറയുന്ന ആൾ, എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു സംശയം, ഇതിൻ്റെ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ചോദ്യം ഇത് വിശ്വസിക്കുന്ന ആളുകളോടാണ്. ഒന്നാമത്തെ ചോദ്യം, സാത്താൻ എന്ന് പറയുന്നത് ആൾ ഒരു ദൂതനാണെങ്കിൽ, അത് വെട്ടേറ്റ് വീണ ഒരു ദൂതനാണെങ്കിൽ, ആ പുള്ളി ലോകരാജ്യങ്ങൾ മുഴുവൻ, ഭൂമിയിലെ സകല മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ അറിയുന്നവനാണോ? ചിന്തകൾ അറിയാൻ പറ്റുമോ? ഒരു ദൂതന് ഒരു സമയത്ത് ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും നിൽക്കാൻ പറ്റുമോ? എല്ലാ ഇടങ്ങളിലും എല്ലാ മനുഷ്യൻ്റെയും എല്ലാവരും സാത്താനാലാണല്ലോ പാപം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും പാപം ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഈ ഒരു സാത്താനുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ദൂതനുണ്ടോ? എൻ്റെ ചോദ്യമാണ് ഇത്. നിർമ്മലമായ ഒരു മനസാക്ഷി എന്നുള്ള ചോദ്യമാണ്. ആരെങ്കിലും ഒക്കെ സംശയം, ഇത് ഞാൻ കുറ്റം വിധിക്കാനോ ആക്ഷേപിക്കാനുള്ള ചോദ്യമല്ല, വളരെ നിർമ്മലമായിട്ടൊരു ചോദ്യം ചോദിക്കുക. ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന ദൂതൻ വെട്ടേറ്റ് താഴെ വീണു. പ്രൈസ് ലോർഡ് ശിവഭാഷ. ദൈവത്തിൻ്റെ ദൂതൻ വെട്ടേറ്റ് താഴെ വീണു. അത് വെട്ടേറ്റ് താഴെ വീണ ദൂതൻ ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവമല്ല. ലൂസിഫർ എന്ന് പറയുന്ന ആളൊരു ദൈവമല്ല, ഒരു മനുഷ്യൻ, ഒരു സാധാരണ ദൂതനാണ്. ആ ദൂതൻ വെട്ടേറ്റ് താഴെ വീണു. ആ വീണ ആള് ഒരു ദൂതനല്ലേ ഉള്ളൂ. അദ്ദേഹം ഒരു ദൈവമൊന്നുമല്ല. അയാൾ സർവശക്തനല്ല, സർവജ്ഞാനിയല്ല, സർവ്വവ്യാപിയുമല്ല. കാരണം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും ദൈവം മാത്രമാണ്. അപ്പോൾ സർവശക്തനല്ലാത്ത, സർവജ്ഞാനിയല്ലാത്ത, Satan fallen from heaven, then heaven is imperfect. And what the use of Jesus' prayer about let heaven come on? ഓക്കെ, ഞാൻ പറഞ്ഞത് സാത്താൻ എന്ന് പറയുന്ന ആള് ഒരു ദൂതനാണ്. അയാൾ വെട്ടി താഴ്വീണ ആ ആള് ചോദ്യം ഏതാണ്? ആർക്കെങ്കിലും ക്രൈസ്തവ എസ്പെഷ്യലി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകളൊന്ന് പറയണം. എനിക്കൊരു ജെന്യൂനായിട്ടൊരു ആൻസർ വേണം. ഇത് ഈ ദൂതന് എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ടിരിക്കാൻ പറ്റുമോ? സാത്താൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എല്ലായിടം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ അമേരിക്കയിൽ ഇരുന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നവനും സാത്താനെ ശാസിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ യോഗത്തിന് സാത്താനെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് ഈ കക്ഷിയുണ്ടോ? ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ആളും നേരെ അങ്ങ് കാലിഫോർണിയയിൽ ഇരിക്കുന്ന ആളും, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ ഇരിക്കുന്ന ആളും കാലിഫോർണിയയിൽ ഇരിക്കുന്ന ആളും 2 സമയത്ത് സാത്താനെ ശാസിക്കുക. അപ്പോൾ ശാസിക്കുമ്പോൾ കക്ഷി 2 ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ന്യൂസിലാൻഡിലുള്ള ആളിനെയും തെറ്റിലേക്ക് നയിക്കുന്നു സാത്താൻ,
അമേരിക്കയുടെ അങ്ങ് നേരെ പടിഞ്ഞാറേ ഭാഗത്തിരിക്കുന്ന ആ സ്ഥലത്തുള്ള ആളിനെയും സാത്താൻ ചതിക്കുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരേപോലത്തെ പിശാച് നിൽക്കുക. അപ്പം അങ്ങനൊരു സാത്താനുണ്ടോ? അപ്പോൾ ദൈവം അല്ലെങ്കിൽ ദൈവാദി ദൈവത്തെക്കാൾ ദൈവത്തോളം കഴിവുള്ള ഒരാളാണോ ഈ സാത്താൻ? ഇത് ചോദ്യമാണ്. ഇത് ആൻസർ പറയേണ്ടത് ഇവിടെ പഠിപ്പിക്കുന്ന ആളുടെ ഉത്തരവ്. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്തയിൽ സാത്താൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു റിലീജിയനെയാണ് പറയുന്നത്, മതമാണ്. ലോകത്തിൻ്റെ പ്രഭു എന്ന് കർത്താവ് പറഞ്ഞത് യഹൂദൻ്റെ മതസംവിധാനത്തെയാണ്. ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ സാത്താൻ വരുന്നു എന്നല്ല. സാത്താൻ വരുന്നു എന്നല്ല. സാത്താൻ വാസ്തവത്തിൽ അക്യൂസർ എന്ന വാക്കാണ്. അപ്പോൾ അക്യൂസർ വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ സാത്താൻ വരുന്നു എന്നല്ല. നമ്മളെല്ലാം അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. അത് മതസംവിധാനമാണ്, ഫോളൻ നേച്ചറാണ്. നമ്മുടെ സോജൻ ബ്രദർ എഴുതുന്ന പോലെ മാൽ ഫങ്ഷൻ, ഒരു ഈവിളായിട്ടുള്ളൊരു മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. അതാണ് സാത്താൻ എന്ന് പറയുന്നത്. അപ്പം ദൈവം ഈ സാത്താനെ ഇങ്ങനെ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല. കാരണം ഇത്രയ്ക്കും കോൺട്രോവേഴ്സ്യലായിട്ടുള്ള, ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാത്ത, നമ്മൾ വേണമെങ്കിൽ നിരുത്തരവാദപരമായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഡീമൻസിനെ കുറിച്ചുള്ള പഠനം. ഡീമൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ്. അത് മനസ്സിൻ്റെ അകത്തെ രോഗമാണ്, മനസ്സിൻ്റെ രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ, ആ ആളാണ് ഡീമൻസ് എന്ന് പറയുന്നത്. അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നു. അശുദ്ധാത്മാക്കൾ. അപ്പം ദർ ആർ സോ മെനി സ്പിരിറ്റ്സ്, ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ട്, മാൽ ഫങ്ഷൻസ് ഉണ്ട്. ദൈവം സൃഷ്ടിച്ചവൻ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്രൊഡക്റ്റ് കേടാവുമ്പോൾ അതിൻ്റെ മാൽ ഫങ്ഷൻ അത്ര വഷളായിട്ടുള്ള മാൽ ഫങ്ഷൻസ് ആയിരിക്കും. സോ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഡീമനോളജി, സൈറ്റാനോളജി, ഇവയെല്ലാം ഉള്ളപ്പോൾ ഇതിനെല്ലാം വളരെ ശക്തമായ പഠനശാഖകളുണ്ട് നമ്മുടെ ക്രൈസ്തവ ലോകത്ത്. എന്നാൽ ഏകദേശം ഒരു 900-ലധികം പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ ആരംഭം മുതൽ അവസാനം വരെ, വെളിപ്പാട് പുസ്തകം വരെ വളരെ ശക്തമായ നിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനമാണ് ഈ ഹൃദയം എന്ന വിഷയം, അല്ലെങ്കിൽ മനസ്സ് എന്ന വിഷയം. ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഒരു തിയോളജി ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതൊരു തിയോളജിക്കൽ ഗ്രൂപ്പ്, ഒരു തിയോളജിക്കൽ വിങ് ആയിട്ട് അതിനെന്തോ വിളിക്കണം, അതിനെങ്ങനെ എന്തൊരു തിയോളജി എന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനൊരു പഠനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ ഈ വചനം ഇപ്പോൾ വായിച്ച് ഇങ്ങനെ വരുമ്പോൾ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ മനുഷ്യനെക്കുറിച്ച് പറയും. 6-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ ബാല്യം മുതലേ വഷളത്തമുള്ളത്. ഹൃദയം വഷളത്തമുള്ളത് തുടങ്ങുക. അപ്പോൾ അവൻ വഷളത്തമുള്ളവനല്ല, അവൻ്റെ ഹൃദയം വഷളത്തമുള്ളതെന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ മുഴുവൻ ചെയ്യുകയും, ആ മനുഷ്യൻ്റെ മുഴുവൻ പ്രവൃത്തികളെയും, അവൻ്റെ മുഴുവൻ ഈവിൾ പ്രവൃത്തികളെയൊക്കെ ദൈവം സൂചിപ്പിക്കുമ്പോൾ അവൻ്റെ ഹൃദയം എന്ന് മാത്രം പറയുന്നു, അവൻ്റെ ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പം നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമെന്ന്, നിർമ്മലമായൊരു ഹൃദയം തരണമെന്ന്. അപ്പം പ്രാർത്ഥനയിൽ നിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് തരണം. അപ്പം അതുപോലെ തന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന്, അതിൻ്റെ മലയാളത്തിൽ എഴുതുമ്പോൾ ഉള്ളിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഫ്രം ദ ബെല്ലി ഓഫ് ഹിസ് ഹാർട്ട് എന്ന്, അവൻ്റെ ബോട്ടം ഓഫ് ദി ഇന്നർമോസ്റ്റ് പാർട്ടിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ബോട്ടത്തിൽ നിന്ന് ജീവജല നദികൾ ഉയർന്നു വരുമെന്ന്, അല്ലെങ്കിൽ ഒഴുകുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല, 900-ലധികം പ്രാവശ്യം വിശുദ്ധ ബൈബിള് ഈ വിഷയത്തെ സൂചിപ്പിക്കുകയാണ്. ഇതൊരു വലിയ പഠനമാണ്. ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പഠിപ്പിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാവകാശമോ ഒന്നും നമുക്കില്ല. എനിക്ക് തോന്നുന്നു അത് പഠിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 6 വർഷമെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇരിക്കണം. അങ്ങനെ മാത്രം പഠിച്ചെങ്കിൽ, ഒരു വർഷത്തോളം ഒരാൾ ലൈഫ് സ്പെൻഡ് ചെയ്താലേ അങ്ങനൊരു ബഞ്ച് ഓഫ് ടീച്ചിങ്സ് നമുക്ക് വെളിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കൊരു 10-20 പ്രസംഗിക്കാൻ പറ്റും. എന്നാൽ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ മനസ്സിലാക്കി തന്നെ പോകാനാണ് വിചാരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു പഠനമായിരിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ ഒന്ന് പറഞ്ഞത്, ഒന്ന് കോൺഷ്യസ് ആയിട്ടുള്ള, അതായത് ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ഹൃദയം എന്നതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന, നമ്മൾ ഈ ഹീബ്രുവിൽ അതിനെ കൊടുത്തിരിക്കുന്ന ലബാബ് എന്നാണ്. ലബാബ് അല്ലെങ്കിൽ ലേബ് എന്ന് പറയും, ലബാബ് എന്നാണ് അത് പറയുന്നത്. ഗ്രീക്കിൽ അതിനെ കാർഡിയ എന്ന് പറയുന്നത്, നമ്മുടെ ഈ കാർഡിയോളജി എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷെ അതിൻ്റെ അത് ആക്ച്വലി സൂചിപ്പിക്കുന്നത് ഇന്നർ മാനിനെ കുറിച്ച്, അകത്ത മനുഷ്യനെ കുറിച്ച്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്. അപ്പം അങ്ങനെ ഒരു സംഭവത്തെ വളരെ സ്ട്രെസ് ചെയ്ത് യേശുവും അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ മനസ്സ്, നമ്മുടെ മനസ്സിനകത്ത് തന്നെ
നമുക്ക് രക്ഷ വരേണ്ടത് നമ്മുടെ മനസ്സിനാണ്. നമ്മുടെ ബൈബിളിൽ ഒരിടത്ത് പോലും, നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിളിൽ ഒരിടത്ത് പോലും ആത്മാക്കളുടെ രക്ഷ, അത് ഒരിടത്ത് ബൈബിൾ ഒരു ഭാഗത്ത് ആത്മാക്കളുടെ രക്ഷകൻ എന്നൊക്കെ ഉണ്ട്. ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റിൻ്റെ രക്ഷ എന്ന് ഒരിടത്തുമില്ല. നമ്മുടെ ദേഹത്തിൻ്റെ രക്ഷയെക്കുറിച്ചുണ്ട്, നമ്മുടെ ദേഹിയുടെ രക്ഷയെക്കുറിച്ചുണ്ട്, നമ്മുടെ സ്പിരിറ്റിൻ്റെ ആത്മാക്കളുടെ രക്ഷ, ആത്മാവ് രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഭാഗത്തൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ആ ദൈവം തന്ന ആ ദൈവചായലും സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടോ എന്നല്ല. ഈ രക്ഷയുടെ മഹത്വവും രക്ഷയുടെ യാഥാർത്ഥ്യവും പ്രവഹിക്കുകയും വെളിപ്പെടുകയും ചെയ്യേണ്ടത് മനുഷ്യൻ്റെ മനസ്സുകളിലാണ്. കാരണം വീഴ്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനുഷ്യൻ്റെ മനസ്സിനെയാണ്. കാരണം ആദമിനെ നോക്കി നമ്മൾ അവിടെ മുതൽ പഠിച്ചാൽ രക്ഷ ഏറ്റവും കൂടുതൽ ആവശ്യം മനുഷ്യൻ്റെ മനസ്സിലാണ്. കാരണം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നവൾ ചിന്തിച്ച്, അവൾ വിചാരിച്ചു. അപ്പോൾ അവളുടെ മൈൻഡാണ് അവിടെ വന്നേക്കുന്നത്. അവൾ വിചാരിച്ചിട്ട് അത് ഭക്ഷിക്കുകയാണ്. അവളെ വർക്കൗട്ട് ചെയ്തത് അവൾക്ക് ഒരു ആഹാരം കഴിക്കണമെന്നൊരു തോന്നലല്ല, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആർത്തിയല്ല. അവളുടെ മൈൻഡാണ് അവിടെ ഫങ്ഷനായത്. അവിടെ മൈൻഡാണ് അവിടെ മാൽ ഫങ്ഷനായത്. കാരണം ജീവനിൽ നിന്ന് അവൾ മരണത്തിലേക്കുള്ള ഒരു തിരിവ് അവളുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ നമുക്കറിയാൻ പറ്റും, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആദ്യം മനുഷ്യനിൽ കണ്ട മാൽ ഫങ്ഷൻ എന്താണെന്ന് നോക്കി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കതിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? സിന്നിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? അനുസരണക്കേടെന്ന് പറയും ചിലർ, അതാണോ സിന്ന്? അനുസരണക്കേട് സിന്നാണോ? അപ്പോൾ പിന്നെ ബീഡി വലിയോ? അതും സിന്ന്. അപ്പോൾ കുടിക്കുന്നതോ? അതും സിന്ന്. അപ്പോൾ പാൻപരാഗ് വെക്കുന്നോ? അതും സിന്ന്. അപ്പോൾ കള്ളം പറയുന്നോ? അതും സിന്ന്. അപ്പോൾ എത്ര സിന്നുണ്ട്? വാട്ട് ഈസ് സിൻ? അപ്പോൾ നമ്മൾ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും ഈ ട്രിനിറ്റിയുടെ ബേസിൽ ഗോസ്പൽ നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ നിന്റെ പാപങ്ങൾക്ക് മോചനം വന്നിരിക്കുന്നു, വിശ്വസിക്കുന്നതിനൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ, നരകത്തിലേക്ക് അല്ലെങ്കിൽ പോകും, അവൻ മടങ്ങി വരാൻ പോകുന്നതിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ മടങ്ങി വരാൻ പോകുന്നു എന്ന് പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ. അത് സത്യത്തിൽ നമ്മളൊരു ഉണ്ടാക്കിയ സുവിശേഷമാണ്. പിണങ്ങരുത് എന്നോട് കേട്ടോ, അതൊരുണ്ടാക്കിയ സുവിശേഷമാണ്. കാരണം യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പേ യേശു സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. യേശു മരിക്കുന്നതിന് മുമ്പേയും യേശു കഷ്ടാനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പേയും സുവിശേഷ പ്രഘോഷണം നടന്നു തുടങ്ങി. കാരണം കർത്താവ് അവൻ്റെ അപ്പോസ്തലന്മാരും ഈ ഭൂമിയിൽ വന്നപ്പോഴേ മെസ്സേജ് ഗോസ്പല പ്രസംഗിക്കും. നിങ്ങൾ ദൈവരാജ്യം താണ്ട് അറൈവ്ഡ് ആയിരിക്കുന്നു, നിങ്ങളുടെ മനസ്സ് മാറ്റി സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ്. ആ സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമല്ല, മറിച്ച് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷവും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം രണ്ടും രണ്ടാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷമുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു നമ്മളോട് പ്രസംഗിക്കാൻ പറഞ്ഞത്, നിങ്ങൾ പോയി എന്നെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞില്ല, മറിച്ച് നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മൾ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാം. അപ്പം യേശു എന്നോട് പറഞ്ഞു, നീ പോയി പ്രസംഗിച്ചോ. യേശു പോയി, അപ്പോൾ നമ്മൾ പോയി പ്രസംഗിക്കുക. യേശു എന്നെ അയച്ചു. യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നസറേത്തിൽ വന്നു, കന്യകയുടെ മകനായിട്ട് ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വേറെ എല്ലാ കല്ലറകളും അടഞ്ഞിരിക്കുന്നു, ആ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ഇതൊന്നും പറഞ്ഞാലൊന്നും ആൾക്ക് പറയേണ്ട, ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആണ്. നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിലും ലോകം മൊത്തം വിശ്വസിക്കുന്ന സത്യമാണ്. കുറച്ച് മന്ദബുദ്ധികൾ മാത്രമേ ഉള്ളൂ ഇതൊന്നും വിശ്വസിക്കാതെ. ഇതൊക്കെ ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞിട്ട് അത് സുവിശേഷമാകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, യേശു മരിച്ചതും യേശു ഉയർത്തെഴുന്നേറ്റതും ഇതൊന്നും അല്ല സുവിശേഷം. ഇതൊക്കെ സുവിശേഷമാകുന്നത് എങ്ങനെ? യേശു മരിച്ചെന്ന് പറയുന്നതാണോ സുവിശേഷം? മരണം ഒരു സുവിശേഷമാണ്. ഞാൻ പറഞ്ഞത് ഇത് ആലോചിക്കാം. ഇപ്പം ഇത് ഞാനീ പറയുന്നത്, ഇപ്പം എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വിമർശകരാകാൻ വേണ്ടിയല്ല, നമുക്ക് ചിന്തിക്കാൻ കൂടെയാണ്. ഓരോ ക്ലാസ്സുകൾ നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉപയോഗിക്കും. അപ്പോൾ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ച സുവിശേഷം യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ്. അവൻ ഗലീലായിലെല്ലാം ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചെന്ന് പറയുമ്പോൾ ഗലീലയിലെല്ലാം ചെന്നിട്ട് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഗോൽഗോഥയിൽ മരിക്കാൻ പോവാണ്, അവന്മാരെൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം വലിച്ചു വരയ്ക്കും, മുതുക് ഉഴുവജാല് പോലെ കീറും, റോമാക്കാരനെ കൊല്ലും, ആണി അടിക്കും, 3-ാം നാളിൽ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും, സ്തോത്രം, എൻ്റെ കല്ലറ തുറക്കും, അരമത്തക്കാരൻ ജോസഫിൻ്റെ പുതിയ കല്ലറ തുറന്ന് ഞാൻ പുറത്തു വരും, ആമേൻ, വിശ്വസിക്കുന്നവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ രോഗശാന്തിയാണെന്ന് പ്രസംഗിച്ചു. ഒന്നുമല്ല. യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജ് ഗോസ്പൽ ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ് ആയിരുന്നു. ആ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ മെസ്സേജിൻ്റെ തുടക്കം, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് യുവർ മൈൻഡ് എന്നായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറയുന്നത് ചേഞ്ച് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിക്കോ, നിങ്ങളുടെ ഹൃദയത്തെ റിന്യൂ ചെയ്തോ. അതായത് ഹാർട്ട് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ദൈവരാജ്യത്തിൻ്റെ മെസ്സേജിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ.
അപ്പോൾ രാജ്യവും ഹൃദയവും തമ്മിലൊരു കണക്ഷനുണ്ട്. രാജ്യവും ഹൃദയവും തമ്മിലൊരു കണക്ഷനുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കിങ്ഡം നഷ്ടപ്പെട്ടത് മനുഷ്യൻ്റെ മനസ്സ് മുഖാന്തരം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടായ ഒരു ധാരണപ്പിശകാണ്, അല്ലെങ്കിൽ അവൻ്റെ മാൽഫങ്ഷനാണ്. അവൻ്റെ ഹാർട്ടിലാണ് കിങ്ഡം ലോസ്റ്റ് ആകാൻ, ഡൊമൈൻ ലോസ്റ്റ് ആകാനുള്ള കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി തിരിച്ചു പറയാം. എന്താണ് സിൻ എന്നുള്ള വിഷയം നമ്മൾ വന്നത്. എന്താ സിന്ന്? എന്താ വാസ്തവത്തിൽ പാപം? നമ്മളൊന്ന് അതിനൊരു ജനറലായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്താണ് പാപം? മനുഷ്യൻ്റെ ഈ പ്രവൃത്തികളെയാണോ പാപം എന്ന് വിളിക്കുന്നത്? അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ എന്താ യഥാർത്ഥത്തിൽ പാപം? വഷളായിപ്പോയ മനസ്സെന്ന് ബൈബിൾ പറയുന്നത്. അവൻ്റെ മനസ്സ് എന്തായിപ്പോയി? വഷളായിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു മനസ്സ്. അപ്പോൾ ദൈവവുമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ട് ഈസ് പ്യുവർ ഇൻ ഹാർട്ട്? പ്യുവർ ഇൻ ഹാർട്ട് എന്ന വിഷയത്തിൻ്റെ അർത്ഥം ഹൃദയശുദ്ധി എന്നാണ്. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ യുവർ ഹാർട്ട്, യുവർ തോട്ട് പാറ്റേൺ, യുവർ കോൺഷ്യസ്നെസ്, യുവർ ഡിസിഷൻസ്, നിൻ്റെ അകത്തുള്ള മുഴുവൻ ഗോഡ്ലി എബിലിറ്റി ഈസ് അലൈൻഡ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഒരു അലൈൻമെൻ്റാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവവുമായിട്ട് സെയിം അലൈൻമെൻറ്റിൽ, നമ്മൾ ഈ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റില്ലേ, ആ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുമ്പോഴാണ് പാർട്സുകൾക്കും ഓവറായിട്ട് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പം കറക്റ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ ഒരിക്കലും എക്സ്ട്രാ ആയിട്ട് ഇത് മാൽ ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പം കറക്റ്റ് അലൈൻമെൻറ്റിൽ നിന്ന്, ഇതാണ് അതിന് സംഭവം. മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ അവൻ്റെ ദൈവവുമായിട്ടുള്ള അലൈൻമെൻറ്റ് പാപത്തോടുള്ള ബന്ധത്തിൽ വീണുപോയി. അതാണ് വചനം പറഞ്ഞത്, ഗ്ലോറിയിൽ നിന്ന് ഈ എന്തോ പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി എന്നാണ്. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഇച്ചിരി ടഫാണ്. അതായത് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഗ്ലോറി പോയെന്നല്ല. നമ്മുടെ ആളുകളെ വരിക്കും തേജസ് വിട്ടുപോയി, ഒന്നും പോയിട്ടില്ല. മനുഷ്യൻ്റെ തേജസ് ഫുള്ള് പോയിട്ടില്ല. കം ഷോർട്ട് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഹയർ ക്വാളിറ്റി ഓഫ് ആ സ്റ്റാമ്പ് ഉണ്ടല്ലോ, ദൈവം അവനെ നോക്കിയിട്ട് പറഞ്ഞു ദിസ് ഈസ് ഗുഡ്. ദൈവം വെച്ചേക്കുന്ന ആ ഹെവൻലി സ്റ്റാൻഡേർഡിൽ നിന്ന് അവൻ താഴോട്ട് പോയി. അവൻ താഴോട്ട് പോയ കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറിയിൽ നിന്ന് അവൻ താഴേക്ക് പോയി. അതായത് 10% 10 സ്റ്റാറിൽ നിന്നവൻ ഇപ്പോൾ ഒരു 3 സ്റ്റാറിലേക്ക് താഴെ പോയി. താന്നു പോയപ്പോൾ അതിനെയാണ് നമ്മൾ വിചാരിക്കുന്നത്, അവിടെയാണ് നമ്മൾ അവൻ്റെ അർത്ഥം മനുഷ്യൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല, മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ എന്താ നഷ്ടപ്പെട്ടിട്ടുള്ള? പാപം ചെയ്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. ലോകത്തിന് ഇന്ന് പ്രയോജനം വന്നിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും പരിശുദ്ധന്മാരിലൂടെ മാത്രം വന്നതല്ല. അതിൻ്റെ പിറകിൽ സുവിശേഷത്തിന് സത്യമുണ്ട്, സുവിശേഷത്തിൻ്റെ ശക്തിയുണ്ട്, സുവിശേഷത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് വേറൊരു കാര്യം. ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നുള്ളതും പരമയാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത, സത്യദൈവത്തെ അറിയാത്ത ആളുകൾ ഒരുപാട് പേര് നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ദൈവം ഒരു മനുഷ്യന് വീഴ്ച പറ്റുമ്പോൾ ഉടനെ മനുഷ്യൻ്റെ സകല കഴിവും അങ്ങ് നഷ്ടപ്പെട്ട് മനുഷ്യനൊന്നും ഇല്ലാത്ത ആളായി പോയി ചത്തുപോയി എന്നൊക്കെ അങ്ങ് പറയും. ഇല്ലാതങ്ങ് പോവല്ല മനുഷ്യൻ. മനുഷ്യൻ്റെ മേലുള്ള ഗ്ലോറി ഒന്ന് ആ ലെവലിൽ നിന്ന് അവൻ താന്നുപോയി. ആ താന്നു പോകാനൊരു കാരണം അവൻ്റെ മനസ്സിനാണ് വഷളത്വം നടന്നത്. അവൻ്റെ ഹാർട്ടാണ് പ്രശ്നമായത്. അവൻ്റെ ശരീരത്തിന് എന്ത് പറ്റി? അവൻ്റെ ശരീരം പിന്നെയും 930 വർഷം വരെ ജീവിച്ചിരുന്നു. മനസ്സിലാവണം. അവൻ്റെ ഹൃദയത്തിനാണ് ആദ്യമായി മരണത്തിൻ്റെ ബാധയേറ്റത്. അവൻ്റെ മനസ്സ് ആണ് ആദ്യമായിട്ട് വഷളായിപ്പോയത്. അവൻ്റെ മനസ്സാണ് ആദ്യമായി ദൈവത്തോട് അകന്നുപോയത്. അവിടെ അകന്നുപോയത് മനസ്സാണ്. മനസ്സുകൊണ്ട് അകന്നവർ. അപ്പം നമ്മൾ ബൈബിളിൽ കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹൃദയത്തിൽ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കൾ. എല്ലാ മനുഷ്യരും, അപ്പം സുവിശേഷത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാത്ത മക്കളെല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയാണ്. അതായത് അവർ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കൾ, അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ദൈവം അവരുടെ ശത്രുവായിട്ട് മാറി. അപ്പം ദൈവം ശത്രുവായി മാറാൻ കാരണം അവരുടെ മനസ്സ് ആ നിലയിലേക്ക് തിരിഞ്ഞുപോയി, അല്ലെങ്കിൽ അതിനനുസരിച്ച് അത് ഡാമേജ്ഡ് ആയിപ്പോയി. അവരുടെ ആ ഇന്നർ കോൺഷ്യസ്നെസ്, ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന അവരുടെ ആ ഒരു വലിയ ധാരണ, ആ റിലേഷൻഷിപ്പ്, ഈ ബന്ധങ്ങളെല്ലാം കിടക്കുന്ന ഇവിടെയാണ്. ഇത് തെറ്റിപ്പോയപ്പോഴേക്കും മനുഷ്യൻ പിന്നെ പ്രവർത്തിക്കുന്നത് മൊത്തം മാൽ ഫങ്ഷൻസ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചായയിലും സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ആ സ്വർഗീയമായ പ്രവൃത്തിയിൽ നിന്ന് വേർപെട്ട് അവനെ എന്തിന് സൃഷ്ടിച്ചോ അത് ചെയ്യാതെ അവൻ ചെയ്യുന്നതെല്ലാം പാപമാണ്.
പാപം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി അവൻ സൃഷ്ടിക്കപ്പെട്ടോ ആ സൃഷ്ടിക്കപ്പെട്ടതിനപ്പുറത്ത്, അതായത് ആ അലൈൻമെൻറ്റിൽ, ആ റിലേഷൻഷിപ്പിൽ, അതായത് റിലേഷൻഷിപ്പിലാണ് സൃഷ്ടിക്കേണ്ടത്, മനസ്സിലാക്കുക, റിലേഷൻഷിപ്പാണ്. അപ്പം ആ ഒരു മനുഷ്യൻ റിലേറ്റഡ്. ഞാൻ ഇന്നലെ ഒരിക്കൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ആളിനോട് മിണ്ടത്തില്ല, അവൻ്റെ അടുക്ക പോകത്തില്ല. നമ്മൾ പിന്നെ ആളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ ഒരു ഫോർട്രസ് ഉണ്ടാക്കും. നമ്മളൊരു വലിയൊരു കോട്ട ഉണ്ടാക്കി, ആ കോട്ടയ്ക്കകത്ത് ഞാൻ ഇനി നിന്നോടൊന്നും ബന്ധമില്ല, എനിക്കാരും ബന്ധമില്ല. സത്യം അറിയുമ്പോൾ നേരത്തെ ആ വ്യക്തികളോട് ബന്ധപ്പെട്ടിരുന്ന സമയത്ത്, ആ ശത്രുതയിലായിരുന്ന കാലത്ത് നമുക്ക് സംഭവിച്ചതിനേക്കാളും ഭയാനകമായ അപകടങ്ങളായിരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പം കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന റിലേഷൻഷിപ്പിലാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആകുന്ന തൃത്വത്തിൻ്റെ നടുവിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ഫങ്ഷൻ റിലേഷണൽ ഫങ്ഷനാണ്. ഈ റിലേഷണൽ ഫങ്ഷനിൽ നിന്ന് മനുഷ്യൻ അവിടുന്ന് ആ പ്രവൃത്തിക്ക് അപ്പുറത്തായിട്ടുള്ള ചെയ്യുന്ന പ്രവൃത്തി, അതായത് ഫങ്ഷൻ മാൽ ഫങ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അതായത് ഒരു മാനുവൽ. നമ്മളിപ്പോൾ ഒരു എല്ലാ പ്രൊഡക്റ്റിനും ഒരു മാനുവൽ ഉണ്ട്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മാനുവൽ? മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? മാനുഫാക്ചറിൻ്റെ മൈൻഡാണ്. അല്ലെങ്കിൽ മാനുഫാക്ചർ അത് ഉണ്ടാക്കിയ ആളിൻ്റെ, ക്രിയേറ്ററിൻ്റെ, അത് ഉണ്ടാക്കിയ ആളിൻ്റെ മൈൻഡ് വായിക്കണമെങ്കിൽ ആ മാനുവൽ വായിക്കണം. മാനുവൽ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൻ്റെ മൈൻഡ് എന്നാണ്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഉടനെ അതിനകത്തൊരു മാനുവൽ കാണും. അതിന് ഏറ്റവും മുകളിൽ വെച്ചാൽ നമ്മളതാരും വായിക്കത്തൊന്നുമില്ല. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് വായിച്ചിട്ടേ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഉണ്ടാക്കിയ ആളിനെ ഇതെങ്ങനെ പ്രവർത്തിക്കണം നമുക്കെല്ലാം അറിയാമല്ലോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കുത്തി വെക്കുന്നു, നമ്മൾ കറണ്ട് കൊടുക്കുന്നു, അവസാനം കാറ്റൊക്കെ അടിച്ച് പോകുന്നു, ശരിയാകുന്നു. പിന്നെ അവസാനം പറയും പിന്നെ ഒരു വർഷത്തെ വാറണ്ടി ഉള്ളതുകൊണ്ടൊക്കെ രക്ഷപ്പെടുക. മാനുവൽ എന്ന് പറയുമ്പോൾ ആ മാനുവൽ അതായത് മാനുഫാക്ചറിൻ്റെ മൈൻഡ് വായിക്കാനാണ് നമ്മൾ ആ മാനുവൽ വായിക്കുന്നത്. ഇതുപോലെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു മൈൻഡുണ്ട്. ഇന്ന പോലെ ആയിരിക്കും. ആ ദൈവത്തിൻ്റെ ആ ധാരണയ്ക്കപ്പുറത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്. അതാണ് പാപം. അപ്പം പാപം എന്നതിന് നമുക്കൊരു വാക്ക് കൊടുത്താൽ ദ മാൽ ഫങ്ഷൻ ഓഫ് എ മാൻ. മനുഷ്യൻ്റെ മാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവൃത്തി എന്ന് പറയേണ്ട അതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? അതായത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ സൃഷ്ടിക്കപ്പെട്ട ആ പ്രവൃത്തിക്ക് അപ്പുറത്തെ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പേരാണ് പാപം. ഇപ്പോൾ ഉദാഹരണം പറയാം. ചിലർ മനസ്സിന് ഒരുപാട് വിഷമം വരുമ്പോൾ അവർ ഒരു സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഒരാശ്വാസം കണ്ടെത്താൻ അല്ലെങ്കിൽ പോയി എന്ത് ചെയ്യും, കുറച്ച് മദ്യം കുടിക്കും. അപ്പോൾ മദ്യം കുടിക്കുന്ന കാരണം അവരുടെ മനസ്സ് ഒന്ന് ആശ്വസിക്കാനും സന്തോഷിക്കാനും. സത്യത്തിൽ മനുഷ്യൻ എവിടെയാണ് സന്തോഷിക്കേണ്ടത്? യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം. അപ്പം ദൈവത്തിൽ സന്തോഷിക്കേണ്ട മനുഷ്യൻ ആ ചെയ്യേണ്ട പ്രവൃത്തി, അതായത് ദൈവത്തിൽ നിന്ന് വാങ്ങേണ്ട സന്തോഷത്തിന് പകരം ഭൂമിയിലെ മറ്റ് ഇതര കാര്യങ്ങളിലേക്ക് അവൻ്റെ പ്രവൃത്തി, രണ്ടും സെയിം ലക്ഷ്യമാണ്. ഇവിടെ വന്നാലും സന്തോഷം കിട്ടും, അവിടെ പോയാലും അവന് കുറച്ച് സന്തോഷം കിട്ടും. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ആ സന്തോഷം അവൻ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ മാൽ ഫങ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് അവിടെ പാപമായി മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? അതാണ് അവിടെ പാപമായിട്ട് മാറുന്നത്. അവിടെ പാപമായിട്ട് മാറുന്നതിൻ്റെ കാരണം ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്, പക്ഷെ അവൻ അവിടുന്ന് ലഭിക്കാതെ അവിടേക്ക്. അതുപോലെ തന്നെ മുഹൂർത്തം നോക്കുക, ആഭിചാരകന്മാരുടെ നോക്കുക പോവുക, കൈനോട്ടക്കാരുടെ ഒക്കെ പോവുക, അഞ്ജനക്കാരുടെ ഒക്കെ പോകുക, ഇതൊന്നും വേദോസത്തിൽ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? മക്കളെ, ഇവരുടെ അടുക്കലൊക്കെ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അറിയാൻ, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഇതൊക്കെ അറിയാനല്ലേ പോകുന്നത്. അപ്പം എനിക്കും നിങ്ങൾക്ക് നടുവിൽ ഇപ്പം ആര് നിൽക്കുക? ഇതൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ നിങ്ങളോട് എൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി തരും. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങാതെ എനിക്കും നിനക്ക് നടുവിലൊരു മീഡിയം, ഈ കാര്യങ്ങളൊക്കെ മീഡിയം എന്നാണ് പറയുന്നത്. ഈ മീഡിയത്തിനെ നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യഹോവയ്ക്ക് അത് വെറുപ്പാകുന്നത്. ഇത് മാൽ ഫങ്ഷനാണ്. എല്ലാം കൂടെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. സോ ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചോ, ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഒറ്റ ലക്ഷ്യം റിലേഷൻഷിപ്പാണ്. ചിലർ പറയും ആരാധിക്കാൻ, അതൊക്കെ നമ്മുടെ മതങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വലിയ പ്രശ്നം. ആരാധിക്കാനൊന്നും അല്ല ദൈവം എന്നെ സൃഷ്ടിച്ചു. അത് നമ്മുടെ ആളുകളെ പാട്ട് പാടിപ്പിക്കാനും ആരാധിപ്പിക്കാനും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പുതിയ തിയോളജി. ആരാധിക്കാനൊന്നുമല്ല. ഇപ്പം ദൈവം തമ്പുരാൻ എന്തോ ആരാധന കൊതിയനാണ്. ചില ദൈവം ആരാധന കൊതിയനാണ്, നീ ഒന്ന് ആരാധിക്കുക, നീ ഒന്ന് സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ആളുകളെ മൂപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേണമെന്ന് കാര്യമില്ല സത്യത്തിൽ. അപ്പോൾ ദൈവം അവിടെ ആരാധിക്കാൻ, ദൈവം എന്നെ സൃഷ്ടിച്ചു തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവൻ എന്നോടുകൂടെ ബന്ധം സ്ഥാപിക്കാനാണ്, റിലേഷൻഷിപ്പാണ്.
അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് റിലേഷൻഷിപ്പിൽ നമ്മളെ ജീവിക്കുക. ഒന്ന് ദൈവവുമായിട്ടുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള രണ്ട് റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നത് തന്നെത്താൻ തേച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ബൈബിളുണ്ട്, കുരിശെടുത്ത് തന്നെ അതായത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ തോളിൽ കുരിശുണ്ടാകണമെന്ന്. സ്ലീബ ഉണ്ടാകണം. അതിൻ്റെ ഒപ്പം കുരിശ് എന്തിനാണ് വെച്ചേക്കെന്ന് ചോദിച്ചാൽ, കുരിശിനകത്ത് രണ്ട് സ്റ്റെംസ് ആണുള്ളത്. ഒന്ന് വെർട്ടിക്കലും രണ്ട് ഹൊറിസോണ്ടലും. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ഹൊറിസോണ്ടൽ മീൻസ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബ്രദർ. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന് രണ്ട് മേഖല കണക്റ്റഡ് ആണ്. അവൻ്റെ അതായത് ഒരുത്തൻ്റെ കറക്റ്റ് പ്യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടും അവന് കണക്ഷൻ ഉണ്ടാവും, അവന് മറ്റുള്ളവരും കൂട്ടുകാരുമായിട്ടും അതായത് മറ്റിതര മനുഷ്യരുമായിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് കണക്ഷൻസ് ഇല്ല. നമുക്ക് ദൈവവുമായിട്ട് ഭയങ്കര കണക്ഷൻ, എൻ്റെ ദൈവം മതി, എനിക്ക് ദൈവം മതി, എൻ്റെ കർത്താവ് മതി, പാട്ട് പാടും, ബൈബിൾ വായിക്കും. പക്ഷെ നമുക്ക് ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. നമ്മൾ സുഹൃത്തുക്കളുമായി, സഹോദരങ്ങളുമായി, മനുഷ്യരുമായിട്ട് നമുക്ക് കറക്റ്റ് ദൈവമായിട്ടുള്ള അതേ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പം നമ്മുടെ സ്ലീബായുടെ ഈ ഒരു സ്റ്റെമ്മൊക്കെ പലയിടത്തും ദ്രവിച്ചും ഒടിഞ്ഞും തൂങ്ങിയൊക്കെ കിടക്കുക. അത് കുരിശല്ല. അപ്പോൾ കുരിശെന്ന് പറയുമ്പോൾ കഷ്ടതയാണെന്ന് നമ്മൾ പഠിച്ചത്. കഷ്ടതയെന്നല്ല എൻ്റെ അത്. കുരിശെന്ന് പറഞ്ഞാൽ കഷ്ടതയെന്നല്ല. കുരിശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ കഷ്ടത അല്ല. കഷ്ടത വരുന്നതിൻ്റെ ചാൻസ് ഈ ബന്ധങ്ങളിലാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകത്തില്ല. ഞാൻ ഹൃദയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്നതാണ്. ഓക്കെ, ദൈവവുമായുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും കഷ്ടത ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഒരിക്കൽ പോലും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങൾ സഹോദരങ്ങളുമായി, കൂട്ടുകാരുമായി, സുഹൃത്തുക്കളുമായി, ഇതര വ്യക്തികളുമായി നിങ്ങൾക്ക് ബന്ധം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഒരുപാട് വരും. ആ ചലഞ്ചുകളെ നിങ്ങൾ ജയിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് തെളിയുന്നത്. അപ്പോൾ എൻ്റെ ക്രിയേഷൻ റിലേഷനിലാണ്, എൻ്റെ ഫങ്ഷനിങ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എന്തിലേക്കാണ് പോയി? ഞാൻ ചെയ്ത തെറ്റ് റിലേഷൻഷിപ്പിൻ്റെ കട്ട് ഓഫാണ്. അത് മാൽ ഫങ്ഷനിലേക്ക് എന്നെ നടത്തി. അപ്പോൾ ഇത് മുഴുവൻ, അതായത് ബന്ധങ്ങൾ, ഇതൊക്കെ ഇമോഷൻ്റെ ഭാഗമല്ലേ? ബന്ധങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ഇമോഷൻ്റെ ഭാഗമാണ്. ആ ഇമോഷൻ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ നമ്മുടെ ഹാർട്ടിലാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. 95% മനുഷ്യൻ്റെ മുഴുവൻ ചെയ്കകളും ഇരിക്കുന്ന ഒരു ട്രഷർ ഹൗസാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. ഞാനും ഒത്തിരി പഠനങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഈ ദൈവരാജ്യം സംബന്ധിച്ച് ഇത് പഠിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ സമയം ചെലവിട്ടു കൊണ്ടിരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ചിന്തകൾ ഞാൻ കൈമാറുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ പ്രഗത്ഭനെന്ന് ഞാൻ പറയുന്നില്ല, ഇതെല്ലാം എനിക്കറിയാമെന്നും ഞാൻ പറയുന്നില്ല. മുഴുവൻ കാര്യവും അറിയാമെന്ന ഒരാളായിട്ടല്ല, അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന നിലയിൽ ഞാൻ അത്രയും പറയുന്നേ ഉള്ളൂ. പ്രയോജനമായത് മറച്ചു വെക്കാതെ കൈമാറുകയും. അപ്പോൾ ഇവിടെ ആദമും ഹവ്വയും തമ്മിൽ ആദവും അവയും ദൈവത്തോട് തെറ്റിയതിൻ്റെ കാരണം അവിടെ എവിടെയാണ് തെറ്റിയത്? അവരുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാട് വന്നോ? ഇല്ല. അവരുടെ ആത്മാവിന് എന്തെങ്കിലും കേടുപാട് വന്നോ? ആളുകൾ ആത്മാവ് മരിച്ചുപോയി. ആത്മാവിന് എങ്ങനെ മരണമുണ്ടോ? ആത്മാവ് ഇമ്മോർട്ടലാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. മനുഷ്യാത്മാവ് ഇമ്മോർട്ടലാണ്. മനുഷ്യാത്മാവിന് മരണമില്ല. കാരണം അത് ദൈവത്തിങ്കൽ നിന്ന് വന്നത്. കാരണം അത് ലോകസ്ഥാപനത്തിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിൽ തൃത്വത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടത് ഒന്നിനും അന്ത്യമില്ല. കാരണം അതൊരു എറ്റേണൽ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സ്പിരിറ്റ് ഈസ് എൻ എറ്റേണൽ ബീയിങ്. അവൻ്റെ സ്പിരിറ്റ് ഇമ്മോർട്ടലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അത് ചത്തുപോകത്തില്ല. അത് ചത്തിങ്ങനെ ശവക്കുഴി കൊണ്ട് നടക്കാനും പിന്നെ അത് ചത്തുപോകുക പറഞ്ഞാൽ എന്താ? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക എന്നർത്ഥം. നിങ്ങളറിയാമോ, മനസ്സിന് മരണമുണ്ട്. ആ മരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിച്ചു കൊള്ളുക. ഇതൊക്കെ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അതിൽ നിന്നല്ലോ ദ സ്പ്രിങ് ഓഫ് ലൈഫ്, ജീവന്റെ ഉറവകൾ പുറപ്പെടുന്നത്. അപ്പം ലൈഫ് എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഗോഡ്ലി ലൈഫ് ഈസ് ഇൻ ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, ഫ്രം ദ ഹാർട്ട്, ജീവജല നദികൾ പുറപ്പെടും. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് എവിടെയാണ്? മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എവിടെയാണ്? സ്പിരിറ്റിലാണോ?
അല്ല, അവൻ്റെ ഹൃദയമാണ്. അവൻ്റെ ഹൃദയത്തിന് സെക്കുലർ വേൾഡ് വിളിക്കുന്നു അതിനെ സർവ്വലോകം, അല്ലെ പൊതുവായ ലോകം അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുന്നു. മറിച്ച് ദൈവവചനം അതിനെ ഇന്നർ മാൻ എന്നും അകത്തെ മനുഷ്യനെന്നും ഗൂഢമനുഷ്യൻ്റെ ഹൃദയം എന്നൊക്കെ വിളിക്കുന്നു. ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് വിളിക്കും, എൻ്റെ അന്തരംഗം എന്ന് വിളിക്കും. നമ്മൾ വിളിക്കും എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ. വായിച്ചിട്ടില്ലേ സങ്കീർത്തനം 103 സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ടേ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാവീദിന് മനസ്സിലായി എൻ്റെ സർവ്വ അന്തരംഗം, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത്. അപ്പം മനുഷ്യൻ്റെ മരണം വന്നത്, മനുഷ്യൻ്റെ സെപ്പറേഷൻ വന്നത്, മനുഷ്യന് വഷളത്വം വന്നത്, മനുഷ്യന് ദൈവത്തോട് ശത്രുത്വം വന്നത്, മനുഷ്യൻ്റെ സ്വഭാവം മാറിയത്, മനുഷ്യനിൽ നിന്ന് സകല തിന്മയ്ക്കും വരാൻ കാരണം അവൻ്റെ ശരീരമല്ല. വീഴ്ചയിൽ അവനെ ഏറ്റവും കൂടുതൽ ദ്രോഹത്തിൽ തള്ളിയത്, അവനെ ഡാമേജ് വരുത്തിയത് അവൻ്റെ മനസ്സാണ്, അവൻ്റെ സോളാണ്. ദൈവം തൻ്റെ അതായത് നമുക്കറിയാമല്ലോ, ദൈവം തൻ്റെ ശ്വാസത്താൽ മനുഷ്യനെ ഉണ്ടാക്കി, മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം ജീവശ്വാസമൂതി എന്നല്ലേ? വാസ്തവത്തിൽ അങ്ങനെയല്ല കേട്ടോ, അത് മലയാളത്തിൽ എഴുതിയേക്കുന്നത്, നമ്മുടെ ബൈബിളിൽ എഴുതിയത് ജീവശ്വാസമൂതി എന്ന്. അപ്പം ഊതുക എന്ന് പറഞ്ഞ ഉടനെ വാ വെച്ച് ഊതി മുകളിലോട്ട് മൂക്ക് കൊണ്ട് വലിച്ചിട്ട് ഇങ്ങനെ ഊതി, അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത്. ദൈവം ഇങ്ങനെ കുനിഞ്ഞ് ഊതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ആ അകത്തെ ഹൃദയത്തിനകത്തെ ദൈവത്തിൻ്റെ ലങ്സിൽ നിന്ന് ആ എയറോ അങ്ങനൊന്നും അല്ല. യഥാർത്ഥത്തിൽ മണ്ണുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി യാഹുവേ ദ ക്രിയേറ്റർ എൻ്റർ ഇൻ ടു ഹിസ് നോസിൽസ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു എബ്രായ പഠനം എന്ന് പറയുന്നത് അവൻ്റെ മൂക്കിലൂടെ യഹോവ കടന്നു പോയെന്നാണ്. അപ്പം ഈ മൺകൂടാരത്തിനകത്തൂടെ യാഹുവേ ദ ടോട്ടൽ ഗോഡ് അതിനകത്തൂടെ ഒന്ന്, കാരണം ഈ ട്രിനിറ്റിക്ക് അകത്താണ് ഇതിരിക്കുന്നത്, മനസ്സിലാണ്. ദൈവത്തിലാണ് മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പം ഉൽപ്പത്തി 1 സൃഷ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൽപ്പത്തി 1 സൃഷ്ടി എറ്റേണിറ്റിയിൽ നടന്ന സൃഷ്ടിയാണ്. അനന്തരം നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുക. അത് ഭൂമിയൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മില്യൺസോ ട്രില്യൺസോ ക്വാട്രില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് ദൈവം ഭൂമിയെയും ഇതൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പേ ഉള്ളതാണ്. ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ തന്നെ എത്രയോ കോടാകോടി വർഷങ്ങൾക്ക് മുമ്പാണ്. കോടാകോടി വർഷങ്ങൾക്ക് മുമ്പ്, ആ കോടാകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാതെ ഭൂമി ഉണ്ടാക്കിയിട്ട് ഇനി അത് വെറുതെ കിടക്കും, നമുക്ക് കുറച്ച് കപ്പാടാന്ന് പറഞ്ഞ പോലെ ഭൂമിയെ നിറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചതല്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ശേഷമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ബറേഷിത്ത് എന്ന് പറഞ്ഞ വാക്കിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബറേഷിത്ത് എന്ന് പറഞ്ഞാൽ ബെയ്ത്ത് വീട്, ബർ പുത്രൻ, ബറിത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി. ഈ 3 വേർഡുകൾ, ആദ്യത്തെ 3 അക്ഷരങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബറേഷിത്തുള്ള ബെയ്ത്ത് വീട്, ബർ പുത്രൻ, ബറിത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി. അതായത് ബറിത്ത് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ കട്ട് ചെയ്ത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ബൈബിൾ ഉടമ്പടിയുടെ സന്തതികൾ, അതായത് ഉടമ്പടിയുടെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള വീട്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന. അപ്പം ദൈവം ഇൻ ദ ബിഗിനിങ് എന്ന വേർഡ് അത് മാത്രം പഠിപ്പിക്കാൻ പോയാൽ തന്നെ വിൽ ടേക്ക് ടു മച്ച് ടൈം. ബറിത്ത് ഫോർ ഉടമ്പടി, ഫോർ ദ സേക്ക് ഓഫ് ദ ബിഗിനിങ്, ഫോർ ദ കവനന്റ് സൺസ്. ഉടമ്പടിയുടെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള വീട് ദൈവം ഉണ്ടാക്കിയെന്നാണ് ഉൽപ്പത്തി 1 ആദ്യത്തെ വാക്കിൽ കിടക്കുക. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് എത്രയോ കോടാകോടി വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ തൃത്വത്തിനകത്ത് മനുഷ്യനുണ്ട്. അപ്പം ഈ ട്രയൂൺ ഗോഡ് ഞാൻ വിശ്വസിക്കുന്നു ഈ മണ്ണിൻ്റെ അകത്തൂടെ ആ രൂപത്തിനകത്തൂടെ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്തു. സോ അതകത്തോട്ട് കയറിയപ്പോൾ ശ്വാസം വന്നു, പുറത്തോട്ട് വന്നപ്പോൾ ശ്വാസം പുറത്തേക്ക് വന്നു. പുറത്തു വരുമ്പോൾ ദൈവം പുറത്തു വരികയും ദൈവ സൃഷ്ടിയായ ആ സ്പിരിറ്റ് മാൻ ഈ മൺകൂടാരത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ജീവനുള്ള ലിവിങ് സോൾ. അപ്പം അവിടെ സോളാണ് ലിവിങ് ആയത്. സ്പിരിറ്റ് ഈസ് ഓൾറെഡി ലിവിങ്. സ്പിരിറ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് ഫുഡ്. സ്പിരിറ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് വാട്ടർ. ഡു ഗെറ്റ് മീ? സ്പിരിറ്റ് ക്യാൻ, അത് ആത്മാവിന് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാം. ആ ലൈഫ് എന്ന് പറയുന്നത്
ജീവന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, സ്പിരിറ്റ്, ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്. ലൈഫ് ഓഫ് ദ സ്പിരിറ്റ് ഫുഡിനകത്തുള്ള, അത് ഇമ്മോർട്ടലാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ കിർബി എന്ന് പറയുന്ന കർത്താവിദാസൻ, നമുക്ക് ശ്രീലങ്കയിലുള്ള കർത്താവിദാസൻ കിർബി, അവര് വർഷത്തിലൊരു 10 പ്രാവശ്യം ഫുഡ് കഴിക്കത്തുള്ളൂ. വർഷത്തിൽ 10 പ്രാവശ്യം ഫുഡ് കഴിക്കത്തുള്ളൂ. ദേ ബിലീവ് ഇൻ ഇമ്മോർട്ടാലിറ്റി. പക്ഷേ എവറി ഡേ ദേ വിൽ ടേക്ക് ഹോളി കമ്മ്യൂണിയൻ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ ഫുഡ്. അവർ വിശ്വസിക്കുന്നത്, യേശു പറഞ്ഞ വാചകം, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ദാറ്റ് ലൈഫ് ഇസ് നോട്ട് എ സൂക്കെ ലൈഫ്, ഒരു ബയോസ് ലൈഫല്ല. എന്നെ തിന്നുന്നവൻ എന്മൂലം. ഇപ്പം പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ പരിശുദ്ധ തിരുവത്താഴത്തിൽ അപ്പത്തെ ഓർമ്മയ്ക്കായിട്ട് തിന്നുന്നവൻ്റെ ഒന്നും ശരീരത്തിൽ ഒരു ജീവനുമില്ല. ഓർമ്മയ്ക്കായിട്ട് തിന്നുന്നവൻ കുറച്ച് ഏറെ കഴിക്കണം, അപ്പോൾ ഇച്ചിരി വിശപ്പ് മാറും. നമ്മൾ പറയത്തില്ല, ഈ ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് അപ്പം തന്നെയാണ്, വീഞ്ഞ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് അത്രയും കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫുള്ള് ബ്രെഡും ഒരു കുപ്പി വീഞ്ഞും കുടിക്കുന്നതാണ് നല്ലത്. എന്നാലേ ഒരു എഫക്റ്റ് ഉള്ളൂ. വാസ്തവത്തിൽ ഈ തിരുവത്താഴത്തിനകത്തെ ആ അപ്പം കറക്റ്റായിട്ട് യേശുവിൻ്റെ ശരീരമാണ്. കറക്റ്റ് യേശുവിൻ്റെ ശരീരമാണ്. ആ അപ്പത്തെ യേശുവിൻ്റെ ശരീരമായിട്ട് തന്നെയാണ് തിന്നേണ്ടത്. ഇത് ചില ആളുകൾക്ക് എത്ര തലേ പറഞ്ഞാലും കയറത്തില്ല. അവർ പറഞ്ഞ യേശു എന്ന് പറഞ്ഞാൽ ജീവനും ആത്മ, യേശു തൻ്റെ അക്ഷരിക ശരീരത്തെക്കുറിച്ച് പറഞ്ഞെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വീഞ്ഞിനെ നമ്മൾ കുടിക്കുമ്പോൾ ദാറ്റ് ഇസ് ദ ബ്ലഡ്. വി ആർ ഈറ്റിംഗ് ദ ഫ്ലഷ് ഓഫ് ജീസസ്, വി ആർ ഡ്രിങ്കിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്. ഇത് രണ്ടും നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവിൻ്റെ ജീവൻ തന്നെയാണ്. അത് ബ്ലഡിലല്ല മൂവ് ചെയ്യുന്നത്, അത് നമ്മുടെ സ്പിരിറ്റിലെ ലൈഫാണ്. ആ സ്പിരിറ്റ് അലൈവ് ആകുമ്പോഴാണ് ഇമ്മോർട്ടാലിറ്റി. സോ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ലോസ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നത്? ചർച്ച് ഈസ് ഗോയിങ് ടു എൻ്റർ ഇൻ ടു ഇമ്മോർട്ടാലിറ്റി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ അടിപിടി നാശക്കോടാലിയൊന്നും അല്ല വരാൻ പോകുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രോഗ്രഷനിൽ ദ ചേർച്ച് വിൽ എൻ്റർ ഇൻ ടു ഇമ്മോർട്ടാലിറ്റി. ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പോകും. അതിന് തത്തുല്യമായ പഠനങ്ങളും സത്യങ്ങളും ദൈവം ഈ കാലങ്ങളിൽ വെളിപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. വി ആർ preaching the gospel of immortality and life. We believe that God is going to rise a generation without seeing death. മരണം കാണാത്ത ജനറേഷൻ ഉണ്ടാകും. ഇവൻ ശാസ്ത്രലോകം പറയുന്നുണ്ട് 2050 ആകുമ്പോഴേക്കും 150 വയസ്സിനധികം ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടാകുന്നു. ശാസ്ത്രലോകം പറയുന്നു കാലം കഴിയുമ്പോൾ 200-300 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. ശാസ്ത്രത്തിന് കിട്ടി ചിന്ത. അപ്പം ഇമോർട്ടാലിറ്റി എന്ന് പറയുന്ന, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കാട് കയറാതെ തിരിച്ചു വരിക. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം എങ്ങനെയാ? മനുഷ്യൻ്റെ മൂക്കിലൂടെ ദൈവം, അതാണ് യഥാർത്ഥത്തിൽ യാഹുവേ എൻ്റർ ഇൻ ടു ദറ്റ് ബോഡി. യഹോവയാണ്, ഊതുകല്ല. അതായത് റുഹ ആത്മാവായ ദൈവം, ട്രയൂൺ ഗോഡ്, ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്. ഇത് ശ്രദ്ധിക്കണം. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ ഒരുമിച്ചാണ്. ഇവർ ഒരുമിക്കുക. ഈസ് ദ ലോഗോസ് ഓഫ് ഗോഡ്, ദ ലോജിക് ഓഫ് ഗോഡ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ ഫാദർ ഗോഡ്. ഫാദർ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ്. അപ്പം മനുഷ്യനാകുമ്പോൾ, മനുഷ്യനായിട്ട് ക്രിയേറ്റഡ് ആകുമ്പോൾ അവനകത്തൊരു ഫാദർ കൂടെ ഉണ്ട്. അത് എവിടെ നിന്ന് വന്നേ? പിതാവിൽ നിന്ന് വന്നാണ്. അവനകത്തൊരു സ്പിരിറ്റ് ഉണ്ട്. എവിടുന്ന? ഹോളി സ്പിരിറ്റിൽ നിന്ന് വന്നേ. അവൻ ഒരു ക്രിയേഷൻ, അവനൊരു ലോജിക്കാണ്. അവനകത്ത് ഒരു ലോജിക്കുണ്ട്. ഹ്യൂമാനിറ്റി ഇറ്റ്സെൽഫ് ഈസ് എ ലോജിക്. അതറിയാമോ? അല്ലാതെ വാല് മുറിഞ്ഞ കുരങ്ങൻ്റെ പിൻഗാമികളൊന്നുമല്ല നമ്മൾ ഇസ് എ ലോജിക്കാണ്. അത് ക്രൈസ്റ്റാണ്. അപ്പം ക്രിസ്തു അതിനകത്ത് വരും. അപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളും കൂടെ ഒരുമിച്ച് ഇതിനകത്തേക്ക് ഒന്ന് പാസ് ചെയ്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ദേഹിക്ക് ജീവൻ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ജീവൻ എന്ന് പറയുമ്പോൾ ഉടനെ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ഈ ശ്വാസം മാത്രം എന്നാണ്. അത് ചിന്തിക്കരുത്. അതൊരു ഓർഗാനിക് ലൈഫ് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഓർഗാനിക് ലൈഫിലല്ല നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ബേസാണ്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഇൻ അവർ ഹാർട്ട്. എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഭാഷ വൈദഗ്ധ്യം കുറവാണ്. എൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇതങ്ങോട്ട് എങ്ങനെ മനസ്സിലാക്കിയാൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പറഞ്ഞില്ലേ, ബയോസ് ലൈഫ് 3 ലൈഫാണ്. സോയ ലൈഫ്, സൂക്കെ ലൈഫ് ആൻഡ് ബയോസ് ലൈഫ്. ഇത് മനസ്സിലാക്കി. സോയ ലൈഫ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ യുവർ സ്പിരിറ്റ് ഈസ് കണക്റ്റഡ് വിത്ത്, എക്സ്പീരിയൻഷ്യലി കണക്റ്റഡ് വിത്ത് ദ ഫാദർ ഗോഡ്. ദാറ്റ് ഈസ് എറ്റേണൽ ലൈഫ്. ഏക സത്യ ദൈവമായ അങ്ങേയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം പിതാവായ ദൈവത്തെ അനുഭവത്തിലൂടെ ആദമ ഹൗവയെ അറിഞ്ഞതുപോലെ ദൈവത്തെ അറിയുക.
ദാറ്റ് ഈസ് ഇന്റർകണക്ഷൻ ആൻഡ് ഇന്റർകണക്റ്റഡ് വിത്ത് ഗോഡ്. ഗോഡുമായിട്ട് നീ ഒരു ബന്ധത്തിലേക്ക് പോകും. ദാറ്റ് ഈസ് നോയിങ് ഗോഡ്, ദാറ്റ് ഈസ് എറ്റേണൽ ലൈഫ്. അത് നിനക്ക് സംഭവിച്ചിരിക്കും, നിന്റെ ഓൾ ബീയിങ്ങിനാണ് സംഭവിക്കുന്നത്, അത് മനസ്സിലാക്കണം. എന്നാലും അത് ടോട്ടലി കണക്റ്റഡ് ആകുന്നത് സ്പിരിറ്റുമായിട്ടാണ് കണക്ഷൻ. ആ സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷൻ 100% സ്ട്രോങ് ആണ്. അതാണ് എറ്റേണൽ ലൈഫ്. നിന്റെ മനസ്സിൻ്റെ ഒരു ലൈഫുണ്ട്, അതിൻ്റെ പേര് സുഖെ ലൈഫ് എന്നാണ്. സുഖെ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ലൈഫ്, ഇമോഷണൽ ലൈഫ്, യുവർ വിൽ, യുവർ ഇമാജിനേഷൻസ്, യുവർ എക്സ്പീരിയൻസസ്, യുവർ മൂവ്മെൻറ്റ്സ്, യുവർ ഡിസിഷൻസ്, യുവർ ആക്ഷൻസ്, whatever the things you are doing in the spirit, that is എന്ത് പറയുന്നത്, അത് നിന്റെ സൂക്കെ ലൈഫാണ്. ആ സൂക്കെ ലൈഫ് പോലെ തന്നെ അടുത്തത് ബയോസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആഹാരം കഴിക്കുന്നു, എൻ്റെ ബോഡിക്കാണത് പ്രയോജനം. ഞാൻ എക്സസൈസ് ചെയ്യുന്നു, അതെൻ്റെ ശരീരത്തിന് പ്രയോജനം. ഞാൻ വെള്ളം കുടിക്കുന്നു, അതെൻ്റെ ശരീരത്തിന്, അത് എൻ്റെ ബയോസാണ്. സോ ബയോസും സൂക്കയും സോയയും കൂടെ ചേർന്നുള്ള ഒരു ഒരുമയാണ്. ആ ഒരുമയിലേക്കാണ് നീ നിൽക്കുന്നത്. അപ്പം നിന്റെ സ്പിരിറ്റ് എറ്റേണൽ ലൈഫിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം സ്പിരിറ്റ് ഡോമിനേഷൻ സംഭവിച്ചാൽ നിന്റെ സ്പിരിറ്റിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിന്റെ മൈൻഡിൻ്റെ നിയന്ത്രണം സ്പിരിറ്റ് ഏറ്റെടുക്കുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ നിന്റെ ഹാർട്ടിനെ, നിന്റെ ഇന്നർമോസ്റ്റ് ബീയിങ്ങിനെ, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്നിൽ പിന്നെ അലൈൻമെൻറ്റ് വിത്ത് ഗോഡാണ്. ദൈവവുമായിട്ടുള്ള അലൈൻമെൻറ്റിലേക്ക് നീ തിരിച്ചു വരികയാണ്. ദൈവത്തിൻ്റെ, ഞാനിങ്ങനെ അതിന് നീ ഹെവൻ്റെ പ്രോഗ്രാമിലേക്ക് നിന്റെ ഹാർഡ്വെയറിനെ, നിന്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഹെവൻ്റെ പ്രോഗ്രാമാണ്, സ്വർഗീയ പ്രോഗ്രാമിലേക്ക് നീ വരികയാണ്. യുവർ സോളിന്, ഞാൻ പറഞ്ഞില്ല, ഈ സോളിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം സോളിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 2 നിലയിലാണിത് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, ഈ സോളിഷ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സാധാരണ ലൈഫല്ല, ഭയങ്കര പവർഫുൾ ലൈഫാണ്. ഈ സോളിഷിനെ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അതേസമയം സോളിനെ ഫോളൻ നേച്ചറുമായിട്ട്, ഫോളൻ വേൾഡിലെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യും. ഫോളൻ വേൾഡിലെ സിസ്റ്റവുമായിട്ട് ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ വീണുപോയ മനുഷ്യൻ്റെ ഈ വേൾഡിലെ സിസ്റ്റവുമായിട്ട് അവൻ്റെ സോളിനെ കണക്ട് ചെയ്യും. ഈ 2 മേഖലയിലും ഈ സോൾ പവർഫുള്ളാണ്. ഞാൻ ഉദാഹരണം പറയാം. മനുഷ്യനെ സൃഷ്ടിച്ചു, നിനക്കറിയാമോ? മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ ദൈവം കൊടുത്തൊരു കഴിവ് അസാധാരണ കഴിവാണ്. അസാധാരണ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണ കഴിവാണ്. ആദമിന് ദൈവം കൊടുത്ത ആദ്യത്തെ ഡ്യൂട്ടി നോക്കണം. ആദ്യത്തെ ഡ്യൂട്ടി, അവൻ്റെ മുമ്പിൽ വരുന്ന സകല മൃഗങ്ങൾക്കും പേരിടണം. നമ്മുടെയൊക്കെ ഭാഷ, നമ്മുടെ ഈ ഇപ്പം നമ്മൾ കൊച്ചി ജനിക്കുമ്പോൾ പേരിടുന്നത് ജിജു, ബിനു, ബിജു ഒക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമൊക്കെ വെച്ചിട്ടാണ് പേരിടുന്നത്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഓസ്റ്റിൻ എന്നിട്ട്, കാരണം എൻ്റെ ഭാര്യയുടെ പേര് അനിറ്റ ആയതുകൊണ്ട് ഓസ്റ്റിൻ. അപ്പം പിന്നെ നമ്മളങ്ങനെ ഓരോരുത്തരുടെ പേരിനനുസരിച്ച് നമ്മൾ പേരിടും. നമ്മളിഷ്ടത്തിന് അങ്ങ് നമ്മൾ പേരിടുന്നതിനകത്തൊന്നും ഒരു കാര്യമായ പേരാണെന്ന് തോന്നുന്നില്ല. ഈ നെയ്മിങ് എന്ന് പറയുന്നത് എബ്രായ കോൺസെപ്റ്റിൽ നമ്മളതല്ല, ഈ അതാണ് ഏൻഷ്യൻ ചർച്ചിൻ്റെ വ്യൂ എന്നൊക്കെ പറയുന്നത്. അതാണ് എബ്രായിക്ക് യൂണിയൻ, അല്ലെ എബ്രായിക്ക് കൾച്ചറിൽ നെയ്മിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിൻ്റെ ഫുൾ ഐഡൻറ്റിറ്റിയും ഫുൾ ഫങ്ഷനും ഫുൾ ക്രിയേഷൻ എല്ലാം കൂടെ വെളിപ്പെടുന്ന ആ പേരിനകത്താണ്. അതായത് ആ പേരിനകത്ത് അയാളുടെ നേച്ചർ ഉണ്ടാവും. ഇനിയെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ചിന്തയിൽ പ്രൊഫറ്റിക്കലേ പേരിടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വിളിക്കുന്ന പേര് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളാവത്തുള്ളൂ. ചില ആളുകൾ ആരും ആകാത്തതിൻ്റെ കാരണം അവരുടെ പേരിനകത്ത് പോലും അർത്ഥമില്ല. അവരെ ഈ പേര് വിളിക്കുന്നതിനകത്തൊരു അർത്ഥമുണ്ട്. അത് വേണമെങ്കിൽ അതിനുവേണ്ടി മാത്രം ഞാൻ ഒരു ലൈവ് നടത്താം. ദൈവം എന്തുകൊണ്ട് അബ്രഹാമിന് ആ സാറായുടെ പേര് മാറ്റിയത്? ഈ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ഇവരെ പേര് മാറ്റിക്കാൻ കാരണം ബഹുജാതികൾക്ക് പിതാവേ എന്ന് വിളിക്കുക. സാറായി അബ്രഹാം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് ബഹുജാതിയുടെ പിതാവേ എന്ന് വിളിപ്പിക്കുക. അതായത് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ കൂടാരത്തിൽ മുഴങ്ങുകയാണ് അബ്രഹാമേ എന്ന് പറയുമ്പോൾ ബഹുജാതിയുടെ പിതാവേ. സാറായി എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് സാറാ എന്ന് പറഞ്ഞാൽ രാജകുമാരി എന്ന് പറഞ്ഞാൽ എന്താ? രാജാക്കന്മാർക്ക് ജന്മം നൽകേണ്ടവളെ വിളിക്കുക ദൈവം. നിന്റെ ഉദരത്തിൽ രാജാക്കന്മാർ ജനിക്കുമെന്ന് പറയുന്നെങ്കിൽ നിന്റെ പേര് രാജകുമാരി എന്നാവണം.
നിന്നിലൂടെ ബഹുജാതികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിന്റെ പേര് ബഹുജാതിയുടെ പിതാ. അപ്പം നീ എന്ത് പേര് വിളിക്കുന്നു അതുപോലെയാണ്, അതുപോലെ സംഭവിക്കത്തുള്ളൂ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. നെയ്മിങ് എന്ന് പറയുന്നത് ഒരു വലിയ ആന ചുമ്മാ കുതിര കഴുത, ഇതൊക്കെ നമ്മുടെ കഷ്ടപ്പാട്, ആന കുതിര കഴുതയൊക്കെ. പക്ഷെ എബ്രായ ഭാഷയിൽ ഓരോ മൃഗത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് അതിന് പേരിടുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ സവിശേഷ സ്വഭാവം, ഓരോന്നിൻ്റെ ഫങ്ഷൻസ്, ഓരോ നില അറിഞ്ഞിട്ട് ആദം പേരിടുക. കോടിക്കണക്കിന് ക്രീച്ചേഴ്സിന് ഒരു മനുഷ്യൻ ഇരുന്നങ്ങ് പേരിടുക. എവിടുന്ന് കിട്ടി ഈ ഇമ്മൻസീവ് നോളജ്? എവിടുന്ന് കിട്ടി? ഏതാ ട്രഷർ? അന്ന് ഇന്റർനെറ്റ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സജഷൻ ചോദിക്കാൻ ആളില്ല, ഭാര്യ പോലും കൂടെ ഇല്ല. ഒറ്റയ്ക്ക് നിന്ന് ദൈവം സൃഷ്ടിച്ച സകല ക്രീച്ചേഴ്സിനും പേരിട്ടു. അവൻ ഇട്ട തന്നെ പേരായി എന്ന. ഇന്നും ആനയെന്ന് വിളിക്കുന്നത്, നമുക്ക് ആന എന്ന വാക്കിൻ്റെ അർത്ഥം എന്തോന്ന് അറിയത്തില്ല, ആന. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും ആ ആന എന്ന വാക്കിനകത്ത് ആ ഒരു ക്രീച്ചറിൻ്റെ നേച്ചറുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഒറ്റയ്ക്ക് നിന്ന് ദൈവം സൃഷ്ടിച്ച ആയിരക്കണക്കിന് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും സകല ജന്തുക്കൾക്കും പേരിടാൻ വേണ്ടി ഇവനെ ബലപ്പെടുത്തിയ ഘടകം. ഇത് എവിടെ നിന്നാണ് ഈ റിസോഴ്സ്? ഈ റിസോഴ്സ് അവൻ്റെ സോളാണ്. അവൻ്റെ സബ് കോൺഷ്യസിനകത്തുള്ള പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഗുപ്തമായ നിധിയിൽ നിന്നാണ്, അവൻ്റെ സോളിഷ് പവറിൽ നിന്നാണ് അവൻ ഇതൊക്കെയും വിളിച്ചത്. പേരിടുകയാണ്, ഓരോന്നിനും പേരിടുക. നായ്ക്ക് പേരിട്ടപ്പോൾ അതിന് യജമാനൻ്റെ കൈ നക്കുന്ന, എബ്രായ ഭാഷയിൽ യജമാനൻ്റെ അടുക്കൽ വന്ന് അതിൻ്റെ യജമാനൻ്റെ കൈയെ നക്കുന്ന ജീവി എന്നാണ്. അതാണ് നായ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പം ആ നായി എന്ന വാക്കിനകത്ത് തന്നെ അത് ഒരു പെറ്റോ, അത് മനുഷ്യരുമായിട്ട് ഇങ്ങനെ സഹിതമുള്ളതാണെന്നും ഇളങ്ങുന്നതാണെന്നും ഒക്കെ കിടക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ നേച്ചർ അനുസരിച്ച് പേരിടുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ സോളിഷ് എന്ന് അവൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടാനിക്കേക്കാളും ലോകത്തിലെ എല്ലാ വലിയ കമ്പ്യൂട്ടറിനേക്കാളും റിസോഴ്സസിൻ്റെ ഒരു വലിയ സ്റ്റോറേജ് ആയിരുന്നു. ആ സ്റ്റോറേജ് അവിടെ ഇതാ ശ്രദ്ധിക്കണം. അവൻ്റെ കോൺഷ്യസിൽ, അവൻ്റെ സബ് കോൺഷ്യസ് ഹെവൻ, സ്വർഗത്തിൻ്റെ അതേ ക്യാരക്ടറായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പേരിട്ടത്, അവിടെ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്, അവിടെ നിന്നുകൊണ്ടാണ് റൂളിങ്. ഇമ്മൻസീവായിട്ടുള്ള വിസ്ഡവും അറിവും പരിജ്ഞാനവും കൊണ്ട് തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് നിറഞ്ഞിരിക്കുക. ദ സോൾ, അതാണ് ലിവിങ് സോൾ. നമ്മുടെ മുഴുവൻ അറിവ് എവിടെയാണ് പോകുന്നത്? നമ്മുടെ അറിവ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഡിവൈൻ ഓർഡർ. അത് മനസ്സിലാക്കോ? യുവർ സ്പിരിറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഡിവൈൻ ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ നിങ്ങളുടെ മൂവ്മെൻറ്റും നിങ്ങളുടെ ഫങ്ഷൻസും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ഹൃദയവുമായിട്ട്. ഏറ്റവും വലിയ വഷളത്വം നിറഞ്ഞത് ഹൃദയമാണ്. ഏറ്റവും വലിയ രോഗം ഹൃദയത്തിനാണ്. ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്ന ഹൃദയ മുഖാന്തരം. ഞാൻ ഈ പറയുന്ന ഈ ഒരു ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ട്. നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി വിടുകയാണ്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും നിങ്ങളാരും കഴിവ് കുറഞ്ഞവർ അല്ല, നിങ്ങളാരും ബലഹീനർ അല്ല. നിങ്ങളെ തന്നെ ബലഹീനരാക്കിയതാണ്. നിങ്ങളെ തന്നെ കഴിവില്ലാത്തവരാക്കിയതാണ്. നിങ്ങളെ തന്നെ കുറവുകളുള്ളവരാക്കി മാറ്റിയതാണ്. ദൈവം നിങ്ങളെ കുറവുള്ളവരായിട്ടല്ല സൃഷ്ടിച്ചത്. എനിക്ക് തോന്നുന്നു ഹെലൻ എന്ന പേരുള്ള ഒരു എഴുത്തുകാരി, വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയാണ്. ഹെലൻ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ബാക്കി പേര്. ഹെലൻ എന്ന് പറയുന്നത് ഒരു 2ാമത്തെ വയസ്സിൽ അതിൻ്റെ കണ്ണ് കുരുടായിപ്പോയതാണ്. നിങ്ങൾക്കറിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൻ്റെ ഓതറാണ് ആ ലേഡി. കണ്ണില്ല, കഴിവില്ല. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത കൊണ്ടോ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ടോ ഒരാൾക്കും ബലഹീനനായും ഇല്ലാത്തവനായും തുടരേണ്ട ആവശ്യമില്ല. ബിക്കോസ് your soul is so much powerful if it is connected with God. അതുകൊണ്ട് പറയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ സോളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ഹാർട്ടിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഒരു കർത്തൃദാസന്റെ, ഒരു മനുഷ്യന്റെ, യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളിൻ്റെ
ഹൃദയത്തിൽ നിന്ന് നദികൾ ഒഴുകുമെന്ന നദികൾ. എന്താ റിസോഴ്സ് ആയിരിക്കും. നദി എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളമെന്നല്ല, ഒരു നദി ഒഴുകണമെങ്കിൽ എന്തായിരിക്കണം അതിന്റെ ഔട്ട്കം, എന്തായിരിക്കണം ആ റിസോഴ്സ് അത്ര സ്ട്രോങ് ആയാലല്ല ഒഴുക്ക് നടക്കത്തുള്ളൂ. അപ്പം വിശുദ്ധ ബൈബിൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഞാനിനി ഒരു പ്രധാന ഭാഗത്തേക്ക് കൂടെ പോകാം. ആദമിന് വീഴ്ച പറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിച്ചത് അവൻ്റെ സോളിനാണ്, അവൻ്റെ ഹൃദയത്തിനാണ്. ദൈവമായിട്ട് അവൻ്റെ ശത്രുത എവിടെ വന്നു? ദൈവഹൃദയത്തിൽ. ദൈവത്തോട് അവൻ ശത്രുതയിലായത് എവിടെയാ? അവൻ്റെ ഹൃദയത്തിലാണ്. ഒന്നുകൂടെ പറയാം, ആദ്യം മനുഷ്യനെ പാപം ചെയ്തപ്പോൾ ആദ്യം മനുഷ്യൻ്റെ എന്ത് പറഞ്ഞ ഹെലൻ കെല്ലർ, താങ്ക് യു. ആദ്യമായി മനുഷ്യൻ്റെ റെസ്പോൺസ് എന്താ? ഫിയർ എവിടെയാണ് കിടക്കുന്നത്? ഫിയർ ഒരിക്കലും ഒരു കോൺഷ്യസ് അല്ല. ഫിയർ ഈസ് കമ്മിങ് ഫ്രം സബ് കോൺഷ്യസ്. ഞാൻ പണ്ട് പുനലൂർ താമസിക്കുന്ന കാലത്ത്, അന്ന് ഞങ്ങൾ ഈ മിനിസ്ട്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ താമസിച്ച ഒരു വലിയ മലയുടെ മുകളിൽ, കരവാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, മലയുടെ മുകളിൽ ഞങ്ങൾ പോകുന്ന ആ വഴിയിൽ ഒരു മല കയറി പോകണം. ആ മലയിൽ റബ്ബറിൻ്റെ എസ്റ്റേറ്റാണ്. അതിലൂടെ കയറി ഇങ്ങനെ മുകളിൽ പോകാൻ എനിക്ക് തോന്നുന്നു ഒരു 3/4 കിലോമീറ്ററോളം മലയുണ്ട്, ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള മല. ഈ രാത്രിയിൽ വെട്ടം ഇല്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ ചില ആളുകൾ, അത് എന്തിനൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ മിഡ് നൈറ്റിലൊക്കെ നമുക്ക് ആ തോട്ടത്തിൽ ചില ആളുകൾ ഒന്നി വെള്ളം അടിക്കാനും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന, അവിടെ ഒരു മനുഷ്യൻ്റെ കാൽപ്പെരുമാറ്റം വരുമ്പോൾ, ഞാനിത് ഓപ്പണായിട്ട് സംസാരിക്കുക, നമ്മൾ രാത്രിയാണ്, ഒരുപക്ഷെ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും പോകുന്നത്, വെട്ടം കാണത്തില്ല, മൊബൈൽ പോലും അന്നില്ല, അന്ന് മൊബൈലൊക്കെ മൊബൈലൊന്നും ആയിട്ടില്ല, വെട്ടമില്ല. അപ്പം നമ്മളൊരു നിശ്ചയത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ന സ്ഥലത്തിൻ്റെ കല്ലുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു റബ്ബറിൻ്റെ വേരുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ, നമ്മുടെ സോഴ്സാണ്, നമ്മുടെ ഇന്നർമോസ്റ്റും ഇല്ല, അതിനകത്തുള്ള അതിനകത്ത് ഏവിയേഷനിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ അറിവിലാണ് പോകുന്നത്. ഒരു 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 ചലനം നമുക്ക് കണ്ടാൽ അറിയാതെ നമ്മുടെ അകത്ത് നിന്നുണ്ടാകുക. ഈ അകത്തുനിന്ന് ഒരു അറ്റൻഷൻ ഉണ്ടാകും. ഞാൻ കണ്ടത് അറ്റൻഷൻ. അതിനെ നമുക്ക് ആദ്യം ഫിയർ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിയർ ആവുന്നത്. നമ്മുടെ ഇന്നർ മോസ്റ്റിൽ നമുക്കൊരു അറിവുണ്ടാകുക. അറിവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, ആരുടെയോ കാൽപ്പെരുമാറ്റം കാണുന്നുണ്ട്. സത്യത്തിൽ നമുക്കറിയാതെ നമ്മൾ ഫിയർ ആയി പോകും, പേടിച്ചു പോകും. രാത്രി ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തോട് ഇങ്ങനെ പോവുക, ഒന്നോർത്ത് നോക്കി, ആരുമില്ലാത്ത നിർജ്ജനമായ സ്ഥലം, വെട്ടമില്ല. പെട്ടെന്ന് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? പ്രൈസ് ദി ലോർഡ് തോന്നുന്നു. എവിടെ നിന്നുണ്ടാവുന്നത്? ഞാൻ കണ്ടൊരു കാര്യം, നമ്മുടെ ഇന്നർമോസ്റ്റ്, നമ്മുടെ ഈ ഏറ്റവും അബ്ഡമനിൽ നിന്ന് എന്തോ സംതിങ് ഇങ്ങനെ ഫ്ലോ ഔട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, ഇല്ലേ? ദാറ്റ് ഈസ് ഫിയർ. ഫിയർ എവിടെ നിന്നാണ് വരുന്നത്? ഇന്നർമോസ്റ്റ് നിന്ന് വരുന്നത്. അപ്പം ആദം പാപം ചെയ്തപ്പോൾ ഫിയർ എവിടെ നിന്നാണ് വന്നത്? ആദം പാപം ചെയ്തപ്പോൾ യഹോവയെ ഭയപ്പെട്ട് ഒളിച്ചെന്നല്ലേ? ആ ഭയപ്പെട്ട് ഒളിച്ച ആ ഭയം എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാണെന്ന് ബൈബിൾ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ധൈര്യത്തിന്റെ ആത്മാവിലല്ലേ ക്രിസ്തുവുമായിട്ട് നമ്മൾ ഏകാനുഭവത്തിൽ പോയത്? ഇപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഭയം എന്തിന്റെ ലക്ഷണം? വാട്ട് ഈസ് ഫിയർ? എന്താണ് ഫിയർ? Can you define fear? ഫിയർ എന്താണ്? ഫിയർ റിലേഷൻഷിപ്പ് കട്ടായതിൻ്റെ തെളിവാണ്. ഒന്നുകൂടെ പറയാം. Your relationship is broken. The sign of the broken relationship is fear. Not the point. നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ അതുമായി നിങ്ങളുടെ ഇന്നർ കോൺഷ്യസിന്റെ റിലേഷൻ കട്ടായിപ്പോയി. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവിടെ നിന്നൊരു ലൈഫില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ഇല്ലാത്ത ഏത് കാര്യവും നിങ്ങൾക്ക് ഭയമാണ്. ഫിയർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കട്ടായതിൻ്റെ തെളിവാണ്. കാരണം മനുഷ്യൻ ആദ്യം
ആ ഫ്രൂട്ട് കഴിച്ചിട്ട് ഉടനെ പറഞ്ഞു, യഹോവ ഞങ്ങൾ നിന്നെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. ഭയം ബന്ധം ബ്രോക്കണായതിൻ്റെ തെളിവാണ്. അടുത്ത ചോദ്യം, ഈ ഭയം ബന്ധത്തെ മുറിച്ചു കളഞ്ഞു. ബന്ധം മുറിഞ്ഞത് കൊണ്ടുണ്ടായതല്ലേ ഭയം? ആ ഭയം അവനെ എവിടേക്ക് നടത്തും? ഈ ഭയം അവനെ ഒരിക്കലും പെർഫെക്റ്റ് ഫങ്ഷനിൽ നടത്തത്തില്ല. യു കനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി അക്കോർഡിംഗ് ടു ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ്. യു കനോട്ട് മൂവ് in fear. If you are moving in fear, you will malfunction. ചിലർക്ക് they are fearing about relationship, they are fearing about business, doing business. So many people are fearing about marriage. ചിലർ ഹസ്ബൻഡിനെ ഫിയർ ചെയ്യുന്നില്ല, വൈഫിനെ ഫിയർ ചെയ്യുന്നില്ല, മക്കളെ ഫിയർ ചെയ്യുന്നില്ല, അപ്പനെ ഫിയർ ചെയ്യുന്നില്ല. Fear will always damage the relationship. And when you are in fear, you know what happened? ഒരാൾക്ക് ഫിയർ ഉണ്ടാകുന്നത്, ഫിയർ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഫിയർ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ ഫിയർ ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ടായി. ആ കട്ടാകുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ആദ്യത്തെ നിങ്ങളുടെ എക്സ്പ്രഷനാണ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ബന്ധമായിട്ടിരുന്ന ആൾ തമ്മിൽ മാറിപ്പോയപ്പോൾ നീ ഇനിയും ആ സാഹചര്യത്തെ പൊരുത്തപ്പെടാൻ നിന്റെ അകത്തുണ്ടാകുന്ന ഫംഗ്ഷനാണ് ഫിയർ എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രാത്രി പോകുന്ന സമയത്ത്, ഇപ്പം ഇനി ഇത് കണ്ടിട്ട് നിങ്ങളാരും എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മുടെ അകത്തുനിന്ന് ഒരു ഫ്രീസിങ്, ഫസ്റ്റ് ഫ്രീസിങ് ആണ് ഉണ്ടാവും. ഫിയർ നമുക്ക് ആദ്യം നമ്മളൊരു എക്സ്ട്രാ അറ്റൻഷൻ ഉണ്ടാവും. എക്സ്ട്രാ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കീനായിട്ട് അറ്റൻഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് ഫ്രീസിങ് ആണ്. ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഈ ഫ്രീസിങ്ങിന് തന്നെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പിന്നെ നമ്മുടെ നമ്പായി പോയി, ശ്വാസം എടുക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു മരവിച്ചുപോയി. ഈ മരവിക്കുമ്പോൾ രണ്ട് കാര്യം, ഒന്നിൽ ആ ആള് അന്നേരം ബോധം കിട്ടി താഴെ പോകും, അല്ലെങ്കിൽ ഇയാളുടെ ബോഡി എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹോർമോൺ പുറപ്പെടുവിച്ച് ആ സ്ഥലത്ത് നിന്ന് ഓടാൻ വേണ്ടി, നമ്മളവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഹോർമോണിൻ്റെ വർക്കാണ്. നമ്മുടെ സോൾ അതിനനുസരിച്ച് നമ്മൾ നടത്തുക. അപ്പോൾ ഫിയർ കൊണ്ട് ഒന്നുകിൽ ആൾ ഫ്ലാറ്റ് ആവും, പേടിച്ച് താഴെ പോവും, അല്ലെങ്കിൽ ഈ ആൾ ഓടും. ഏതിന് സംഭവിച്ചത്? അവന് ഫിയർ വന്നപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ്. From where it comes? Where is fear in the relationship? I want to ask you. Where is fear in the relationship? എവിടെയാ ബന്ധങ്ങൾക്കകത്ത് ഫിയർ? If there is true relationship, there will not be a fear at all. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭകളിൽ ഞാൻ ഇനി ഞങ്ങളുടെ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രണ്ട് കാര്യം. ഒന്ന്, ഹീലിംഗ് ഹാർട്ട്. സെക്കൻഡ് വൺ, റിലേഷൻഷിപ്പ് ഒരിക്കലും മുറിഞ്ഞ ഹൃദയവുമായിട്ട് പറ്റില്ല. മുറിഞ്ഞ ഹൃദയത്തിൻ്റെ അൺഹീൽഡ് ആയിട്ടുള്ള വൂണ്ടഡ് ഹാർട്ടിലെ ബന്ധങ്ങൾ വഷളത്വത്തിലേക്കേ പോകത്തുള്ളൂ. മാൽ ഫങ്ഷൻ സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മളിൽ ഒത്തിരി ആളുകൾ പരാജയപ്പെടുന്നത്. നമ്മൾ അതുകൊണ്ട് സേഫ് സോണിലേക്ക് പോയി നമ്മൾ ഫോർട്രസ് ഉണ്ടാക്കും. നമ്മൾ തന്നെ ഒരു കോട്ട ഉണ്ടാക്കിയ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കും. ഭയന്നിട്ട് അവരെന്താ ചെയ്യുന്നറിയാമോ? ആദമ ഭയന്നിട്ട് എന്താ ചെയ്തേ? ഇതെന്താ പ്രശ്നം? ഇതെല്ലാം പ്രശ്നം ഹാർട്ടാണ്. ഇവർ ഈ ഫ്രൂട്ട് കഴിക്കുന്നതിന് മുമ്പ് നഗ്നരായിരുന്നു. എന്താ പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ആദമും ഹവ്വയും മാത്രമേ ഉള്ളൂ അവിടെ. അവരുടെ നഗ്നത ആരാ അവരെ നോക്കി പപ്പി ഷെയിം എന്ന് പറയുന്നത്? അല്ല, ദൈവം പറയുമോ പപ്പി ഷെയിം എന്ന് പറയുമോ? ഇവർ വാസ്തവത്തിൽ അത്തിയല കൊണ്ട് മറച്ചു. എന്തിനാ ഈ അത്തിയല കൊണ്ട് മറച്ചത്? പ്രൊട്ടക്റ്റ് ചെയ്ത.
ഫിയർ വന്നാൽ ആദ്യം മനുഷ്യൻ എന്തുണ്ടാവും? ഞാൻ പറഞ്ഞില്ല, ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ പ്രശ്നം, മനുഷ്യന് ഫിയർ വന്നു. ഫിയർ വന്നപ്പോൾ ആദ്യം എന്ത് ചെയ്തു? മാൽ ഫങ്ഷൻ. എന്താ മാൽ ഫങ്ഷൻ? ഹീ ബിഗാൻ ടു പ്രൊട്ടക്ട് ഹിംസെൽഫ്. അവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു? അവൻ ചൂസ് ചെയ്ത മീഡിയ എന്താ? ഒരു നല്ല ചൂടടിച്ചാൽ ഉണങ്ങിപ്പോകുന്ന അത്തി ഇല കൊണ്ട് നഗ്നത മറച്ചു. ഈ നഗ്നത മറച്ചത് എന്തിനാ? പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ആ ഭയം മുഖാന്തരം തങ്ങളെ തന്നെ മറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം മറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമാണോ? ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഫങ്ഷൻ, ഈസ് എ മാൽ ഫങ്ഷൻ. ഈസ് എ മാൽ ഫങ്ഷൻ ബിക്കോസ് അവിടെ ആ സംഭവം ഉണ്ടായത് ഭയത്തിൽ നിന്നാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശരീരത്തിന്റെ നഗ്നതയോ അല്ല, ഇവിടെ ഏറ്റവും ബാധിക്കപ്പെട്ടത് അവന്റെ ഹൃദയത്തെയാണ്. ആദ്യ മനുഷ്യന്റെ പാപത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രശ്നം അവന്റെ ഹൃദയമാണ്. His heart was really broken. His heart was totally wounded. That's why Bible says, ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ വരവിൽ യേശുവിനെ അയക്കുന്ന പിതാവ് അവന്റെ ദൗത്യം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഇത് യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങളിലാണ്. ഇവിടെ എഴുതുക, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ. ബദ്ധന്മാരുടെ വിടുതൽ. എവിടെയാണ് അവൻ ബദ്ധൻ? എവിടെയാണ് അവൻ ബൗണ്ടഡ്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. ഏത് കുരുട് കാഴ്ച? സോ വി ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. കുരുട്ട് കാഴ്ച എന്ന് പറഞ്ഞ ഈ കണ്ണാണോ? അല്ല. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനെ ദൈവം അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും അന്ധകാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് ആളുകളെ അവകാശത്തിലേക്ക് നയിപ്പാനായിട്ട് തന്നെ അയച്ചു. കുരുട്ട് കണ്ണുകളെ തുറക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് അക്ഷരാർത്ഥത്തിലെ കുരുട്ട് കണ്ണ് തുറക്കുക എന്നല്ല. അല്ല, ഇതിന് വിശാലമായ ഒരു അർത്ഥമാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി, ഹൃദയദൃഷ്ടി, നമ്മുടെ സബ് കോൺഷ്യസ്, നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ദർശനം, എൻലൈറ്റ്മെന്റ് അന്ധമായി പോയി, ബ്ലൈൻഡ് ആയി പോയി. സോ we cannot connect with God because we are disconnected from God, and our subconscious mind, our heart is bounded because of fear. They cannot approach God. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ ലഭിക്കേണ്ടതിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്ക വരാൻ പറഞ്ഞത്. ധൈര്യത്തോടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? Because of fear you are not approaching God. അടുത്തത് പറഞ്ഞത്, വി ആർ എനിമി ഇൻ ദ ഹാർട്ട്. നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ ശത്രു. ദ ഓൾ ഹ്യൂമാനിറ്റി, സകല മനുഷ്യരും ഹൃദയം കൊണ്ട് ദൈവത്തോട് ശത്രുതയിലാണ്. ഇപ്പൊ യേശു നോക്കിയേ, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും പീഡിതരെ വിടിവിപ്പാനും കർത്താവിന്റെ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ വിശദമായിട്ട് യെശയ്യാവിന്റെ പ്രവചനത്തിലുണ്ട്. ആ ഭാഗം ഞാൻ ഒന്ന് വേഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിൽ, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൽ യഹോവയുടെ ആത്മാവിന്റെ മേലുണ്ട്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. ഹൃദയം, ആദ്യത്തെ വാക്കത, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുക. ദ ഫസ്റ്റ് മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് വാസ് അനോയിന്റഡ് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്. നമ്മുടെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം, ഞാൻ ഒരു സജഷൻ പറയുക, എസ്കറ്റോളജിയും ഭൂതോളജിയും ആ ഓളജി ഈ ഓളജി എല്ലാം കൂടെ പറയുന്നതിന് പകരം ഹൃദയോളജി ഒന്ന് പഠിപ്പിക്കാമെങ്കിൽ നമ്മുടെ ഇടയിലെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്താ? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയാണ്. ഉപയോഗിച്ചെടുത്ത് ദൂരെ എറിയുക. ബന്ധങ്ങൾക്ക് ഒരു 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 ഉറപ്പില്ല, ഒരു പരുവത്തിന് ജീവിച്ചു പോവുക.
അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എന്തിനിങ്ങനെ ജീവിക്കണം ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ? ആകപ്പാടെ ഭൂമി കിട്ടുന്ന കുറച്ച് വർഷം. ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ, ആ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടാൻ ക്രിസ്തുവിൻ്റെ അനോയിൻറ്റിങ്ങിൽ ഉള്ള മിനിസ്ട്രീസ് നമ്മുടെ നാടുകളിൽ എഴുന്നേറ്റ് വരണം. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം റിലേഷൻഷിപ്പാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ അവനെ എടുത്ത് അങ്ങ് വെളിയിലോട്ട് കളയുക. കാരണം അവനെ ഹീൽ ചെയ്യാൻ നമുക്ക് മരുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന എവിടെയാ? ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ. ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ജീവിക്കുന്നതിൻ്റെ തെളിവെന്താ? കുഷ്ഠരോഗിയെ കണ്ടാൽ ഉടനെ അവനെ പാളയത്തിന് പുറത്താക്കണം, അശുദ്ധൻ പാളയത്തിന് പുറത്താകണം, ഇന്ന പാവജനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് ഓൾഡ് ഗവൺമെൻറ്റാ. ഒരു തെറ്റ് സംഭവിക്കുന്ന ഒരാളെ ഉടനെ എടുത്തങ്ങ് വെളിയിൽ കളയുക. അത് വലിയ വിശുദ്ധിയാണെന്നാ. വിശുദ്ധിയല്ല. നീ പഴയ നിയമത്തിനകത്ത് പഴയ നിയമത്തിൻ്റെ ആ ഗതികേടിൽ ജീവിക്കുന്നെന്നർത്ഥം. യു ഡു നോട്ട് ഹാവ് എനി റിസോഴ്സ്, നോ സോഴ്സ്, നോ ക്യൂറിംഗ് സോഴ്സ് നിന്റെ കയ്യിലില്ല. ദാറ്റ്സ് വൈ യു ആർ റിജക്റ്റിംഗ് ദ പീപ്പിൾ, കാസ്റ്റിംഗ് ഔട്ട് പീപ്പിൾ, ഔട്ട്കാസ്റ്റ്, അവരെ പുറത്തേക്ക് കളയുക. കാരണം എന്താ? ഹീൽ ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. ഒന്ന് നമ്മുടെ ഹാർട്ട് ഓൾറെഡി മുറിഞ്ഞതാണ്. ശുശ്രൂഷകന്മാരുടെ ഹാർട്ട്. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇവിടെ ഇപ്പം ലോകത്തിൽ ഭയങ്കര മിനിസ്ട്രി ചെയ്യുന്ന ആളുകളെ നോക്കണം. വേൾഡ് വൈഡ് മിനിസ്ട്രി ചെയ്യുന്നവരും they are living in insecurity, they are living in fear, because their heart is not totally healed. ഇവിടെ ഹാർട്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടില്ല. ഹൃദയത്തിൻ്റെ സൗഖ്യം നടന്നിട്ടില്ല. ഹൃദയത്തിന് സൗഖ്യം നടന്നെങ്കിലേ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വരവിൻ്റെ ആദ്യത്തെ പ്രൈമറി ലക്ഷ്യം എന്താണ്? ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്. രോഗശാന്തി, ഭൂതശാന്തി ഇതൊക്കെ മാത്രമല്ല, ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ കാലത്തും യഹൂദന്മാരുടെ ഇടയിൽ ഇതൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ടായിരുന്നു. നമ്മുടെ ബൈബിളിൽ തന്നെ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് അത്ഭുത അടയാളങ്ങൾ ചെയ്യാൻ യേശു വരേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ അത്ഭുത അടയാളങ്ങൾക്ക് എതിരാളി എന്നല്ല. അത്ഭുത അടയാളങ്ങൾ നടക്കണമെന്ന് 100% ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു അത്ഭുത അടയാളങ്ങൾ നടത്താൻ യേശു വരേണ്ട ആവശ്യമില്ല. യേശു ഇല്ലാതെ തന്നെ അത്ഭുതം നടന്നോളും. കാരണം സംഭവം എവിടെ കിടക്കുന്ന അറിയാമോ? ഈ സോൾ പവറാണ്. ഈ സോളിഷ് പവറിൽ ഭയങ്കര പവർ ഉണ്ടറിയാമോ? നമ്മൾ കാണുന്ന ക്രൈസ്റ്റിനെ കൂടാതെ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും സാത്താന്യം എന്ന് നിങ്ങൾ പറയരുത്. നമ്മളാകെ രക്ഷപ്പെടാം. സാത്താനാണ്. ചില പറയും പോട്ടയിൽ സാത്താനാണ്. പോട്ടയിൽ സാത്താൻ. പിന്നെ ശരി, ഈ ദൈവദൂതൻ എന്താ ഒന്നും ചെയ്യാതെ? ആ പ്രവാചകൻ കള്ളനാണ് എങ്കിൽ ശരി, ഈ മാന്യനായ ഈ ദൈവദൂതൻ അങ്ങ് നല്ലപോലെ പ്രവചിക്കുക. എന്താ പ്രവചിക്കാത്തത്? ആ ജോൺ താരു കള്ളനാണ് എങ്കിൽ ശരി, നീ നല്ല ദൈവദൂതനല്ലേ, നീ അങ്ങ് ചെയ്യും. നമുക്കെല്ലാവരെയും കുറ്റം പറയാനും എല്ലാവരെയും ആക്ഷേപിക്കാനും ഒക്കെ നമുക്കറിയത്തുള്ളൂ. കാരണം ഈ സംഭവം എന്താ അറിയുമോ? ഇവൻ്റെ എല്ലാ ഹൃദയത്തിനകത്ത് പുണ്ണാണ്. ഹൃദയം പുണ്ണായി, ഹൃദയം ഇങ്ങനെ ചലം ഒഴുകുക. അവൻ്റെ ഹൃദയത്തിനകത്ത് ക്യാൻസർ പൊട്ടി ഒഴുകുക. അതിൻ്റെ റെസ്പോൺസാണ്. ആരെയും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആരെയും സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാവരെയും കാണുമ്പോൾ എന്തോ ഇറിറ്റേഷനാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിന് അസുഖം വന്നതാണ്. ഒന്ന്, നിങ്ങൾ ബ്രോക്കണാണ്. രണ്ടാമത്തെ വിഷയം പറയാം. ഈ യേശു ക്രിസ്തു ഭൂമി വന്നിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, he revealed the heart of God. Second one, ദൈവത്തിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നതിലൂടെ മനുഷ്യ ഹൃദയത്തെയും why God revealed the heart of God? So ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തിയതിൻ്റെ കാരണം ഈ ഒറ്റ കാഴ്ചയാൽ മാത്രമേ മനുഷ്യൻ്റെ വഷളായി പോയ ഹൃദയത്തിന് മാറ്റങ്ങൾ സംഭവിക്കത്തുള്ളൂ. ഞാനൊന്നുകൂടെ പറയാം. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ കണ്ടാൽ മാത്രമേ നമ്മുടെ ഹൃദയം ഹീൽഡ് ആകത്തുള്ളൂ. പഴയ നിയമം ഞാനിപ്പോൾ പറഞ്ഞില്ല, നമ്മുടെ റിഫൈൻമെൻറ്റ് ഡേയ്സ് ആയതുകൊണ്ട് പഴയ നിയമം ഇങ്ങനെ വായിച്ചു പോവാം. കുറേ കഴിഞ്ഞു പോയി. പോകുമ്പോഴെല്ലാം അവിടെ അത്ഭുതങ്ങൾ, യുദ്ധങ്ങളാണ്, ഭയങ്കര യുദ്ധം. സത്യം പറഞ്ഞാൽ വിഷമം വരും. അവരുടെ ബാലന്മാരെ വെട്ടിക്കള, സ്ത്രീകളെ വെട്ടിക്കള, അവന്മാരെ വെച്ചേക്കരുത്, കാച്ചിക്കള, കൊല്ല്. അയ്യോ, വായിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്.
എനിക്കിപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് പഴയ നിയമത്തിലെ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്കങ്ങ് വിഷമം വരികയാണ്. എന്നിട്ട് യഹോവ അരുളി ചെയ്യുന്നു വെട്ട്, യഹോവ അരുളി ചെയ്യുന്നു വെട്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നിങ്ങൾ പിടങ്ങാനും വേണ്ടിയില്ല, നിങ്ങൾ ഇനി എന്നെ എന്താ വിളിച്ചാലും വേണ്ടിയില്ല. ഇതൊന്നും യഹോവ പറഞ്ഞല്ല, ഇതൊക്കെ ഇവൻ്റെ ബ്രോക്കൺ ഹാർട്ടിനകത്ത്, ഇവൻ്റെ വഷളായിപ്പോയ ഹൃദയത്തിനകത്ത് തോന്നലുകളാണ്. യഹോവ വെട്ടിക്കളയാൻ പറയുന്ന ദൈവമാണെങ്കിൽ, കൊല ചെയ്യാൻ കൽപ്പിക്കുന്ന ദൈവമാണെങ്കിൽ, ഇവിടുത്തെ മറ്റെല്ലാ ദേവന്മാരും അത് തന്നെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇനി എന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ, ഇവിടെ ദൈവം ഒരുത്തനെ കൊല്ലടാ എന്ന് പറയുന്ന ആ ദൈവത്തെ എങ്ങനെ സ്നേഹത്തിന്റെ ദൈവം എന്ന് പറയും? നിങ്ങളെന്ന് പറ. പഴയ നിയമം വായിക്കും, വിഷമം വരും, ഭയങ്കര വിഷമം വരും. ഈ ആളിനെ എങ്ങനെ സേവിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ പഴയ നിയമ പുസ്തകം ഒരു പുതുവിശ്വാസിയുടെ കയ്യിൽ കൊടുക്കരുത്, പ്ലീസ്. പഴയ നിയമ പുസ്തകം നിങ്ങൾ ഒരു പുത്തൻ വിശ്വാസിയുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് പുതിയ നിയമം മാത്രമേ പുതിയ വിശ്വാസിയുടെ കയ്യിൽ കൊടുക്കാവൂ. കാരണം സത്യസന്ധമായി ജെന്യൂനായിട്ട് വായിക്കുന്ന ഒരാൾക്ക് അത് വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ തുളുമ്പുന്ന ദൈവത്തെ കാണാൻ പറ്റില്ല. കാരണം അത് എഴുതിയവരാരും ഹൃദയത്തിന് മുറിവ്, ഹൃദയത്തിന് സൗഖ്യം വന്നവരല്ല. ഇവ മോശ പോലും മുറിവേറ്റവരാണ്. പഴയ നിയമത്തിൽ മുഴുവൻ ഗ്രാഫിക്സാണ്, നിങ്ങൾ വായിച്ചു. ആ ദൈവത്തെ നമ്മൾ യഹോവ യഹോവ ദൈവമോം വിശുദ്ധ ജാതി നാം. എൻ്റെ പൊന്നും മക്കളെ, ഇവിടെ വെച്ച് കൊല്ലട കീറട എന്ന് പറഞ്ഞ തീവ്രവാദത്തിന്റെ കൂട് കിടക്കുക പഴയ നിയമം. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ വായിച്ചു പറഞ്ഞത് ഹായി പട്ടണത്തിൽ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. സത്യം പറഞ്ഞ ഞാൻ കരഞ്ഞു. അവിടുത്തെ ബാലന്മാരെയും വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുക. അയ്യടാ, ഇവരെ കൊന്നിട്ട് എന്ത് നേടി ദൈവം? ഇത് പറയുമ്പോൾ ആൾ വിചാരിക്കും യഹോവയ്ക്ക് വിരോധമായിട്ടല്ല. ഇത് വെട്ടിയത് യഹോവയല്ല, ഇത് വെട്ടിയത് ഇസ്രായേലാണ്. ദൈവം അവരോട് പറഞ്ഞത് ഈ ജാതികളെ ഞാൻ നിങ്ങളുടെ നടുവിൽ നീക്കിക്കളയുമെന്ന. യഹോവയുടെ വാചന നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ കൊന്നു കളയുമെന്നാണ്. ഓടിച്ചു കളയുമെന്ന് വാക്കുണ്ട്, ഓടിച്ചു കളയുമെന്നുണ്ട്. ഒരു കൊച്ചുദാഹരണോടെ പറയാം. ശബത്ത് നാളിൽ ഞാൻ പറഞ്ഞില്ല, ഇത് വലിയ വിഷയമാണ്. ഇത് പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ശബത്ത് നാളിൽ ഒരു മനുഷ്യൻ വിറക് പറക്കുകയാണ്. വിറക് പറക്കുന്ന കണ്ടിട്ട് ആളുകൾ വന്നിട്ട്, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ നുണയന്മാർ അല്ലെങ്കിൽ സദാചാര പോലീസ്, അവന്മാർക്ക് ഇത് കണ്ടിട്ട് പറഞ്ഞു നേരെ മോശയുടെ എടുക്കുന്നു. മോശസ്, ശബത്തിൽ ഒരുത്തൻ വിറക് പറക്കുന്നു. അപ്പം മോശ പറയാ, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ, യഹോവേ ശബത്തിൽ വിറക് പറക്കുന്നു. അപ്പം യഹോവ പറയാ, കൊന്നു കളഞ്ഞാര്? ഞാൻ അന്നേരം ചിന്തിക്കായിരുന്നു, ഈ ശബത്തിൽ വിറക് പറക്കുന്നത് ദൈവം കണ്ടില്ലായിരുന്നു? ദൈവം കണ്ടോ? ശബത്തിൽ വിറക് പറക്കുന്നത് ദൈവം കണ്ടല്ലോ. ആ കണ്ട ദൈവം എന്താ ഒരു ദൂതനെ ഇങ്ങോട്ട് അയച്ച് അവനെ അങ്ങ് വെട്ടിയാൽ പോരായിരുന്നു? ശിക്ഷ ആരിലൂടെ നടപ്പാക്കി? അപ്പം പഴയ നിയമത്തിൽ ആ ശിക്ഷ ഒരു നുണയൻ, രണ്ട് ക്ഷമിക്കാൻ വയ്യാത്തൊരു മോശ, ഇവരെല്ലാം ആത്മീയതയുടെ ഉന്നതി നിൽക്കുക. ഇപ്പം ഇനി ഇത് പറയുമ്പോൾ മോശയ്ക്ക് എതിരെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വരും. മോശ, കുറേ നുണയന്മാർ, ഒരുത്തനെ കല്ലെറിഞ്ഞങ്ങ് കൊന്നു. എന്ത് കിട്ടി? അവന് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. ഇവിടെ ഇറക്കാൻ നീ തെറ്റായിപ്പോയി, നീ ചെയ്യരുതെന്ന് പറയാൻ അവസരം കൊടുത്തില്ല. പിടിയടാ. അല്ല, ശബത്തിൽ വിറക് പറക്കരുത് നിങ്ങൾ എവിടെയെങ്കിലും ബൈബിൾ വാക്യമുണ്ടോ?
ഇല്ല. ബൈബിൾ അങ്ങനെ, അല്ലെങ്കിൽ അത് പ്രമാണം അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യഹോവയോട് ചോദിച്ചത്, യഹോവ എന്ത് ചെയ്യണം? അപ്പം ഇവരുടെ പ്രശ്നം, ഇവരുടെ മനസാക്ഷിയിലാണ് ഇവരിത് കാണുക. ഇവരുടെ മനസാക്ഷിക്കകത്തിരുന്ന് കാണുക. ഭയങ്കര പ്രമാണം, നമ്മൾ പ്രമാണത്തിലാണ്, പ്രമാണം അതാണ്, അവനെ കൊല്ലണം, ഇവൻ കൊന്നില്ലെന്ന് പറഞ്ഞാൽ യഹോവ അവനെ കൊല്ലുമോ? ഞാൻ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിലെ സകല ഗ്രാഫിക്സും സകല കൊലപാതകങ്ങളും എല്ലാ ശിശുഹത്യ എല്ലാ മരണവും വഷളായിപ്പോയ മനുഷ്യരുടെ തെറ്റിദ്ധാരണയിൽ, യഹോവയെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിൽ ഉണ്ടായതാണ്. ധാരണയിലുണ്ടായതാണ്. ഒഴിവാക്കാൻ പറ്റുന്നത് ആയിരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ ദൈവത്തെ കണ്ടത് അങ്ങനെ, അവരുടെ വഷളായ ഹൃദയം കൊണ്ട് അവർ ദൈവത്തെ കണ്ടത്. ആ വഷളായ ഹൃദയം കൊണ്ട് ദൈവത്തെ കണ്ടിട്ട് ഇത് സംഭവം എന്തുവാ? ഇവന്മാർ പോയി വെട്ടിയിട്ട് യഹോവേ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുക, നിനക്ക് സ്തോത്രം. ആരുടെ മെക്കിട്ട്? യഹോവയ്ക്കിട്ട്. ഇപ്പൊ ഈ തലമുറയിൽ ഒരുത്തം വായിക്കും പറയും യഹോവ അവനെ വെട്ടിയെന്നായി. ഈ പാപങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന ദൈവത്തെയാണ് നമ്മൾ പോയി ലോകത്തിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയാ യഹോവ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, പൂർണ്ണ ഹൃദയത്തോട് അവനെ. എൻ്റെ പൊന്നു ചാക്കരെ, ഈ ഒരു നിസാര കാര്യത്തിന് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്ന ദൈവത്തെ ആര് സ്നേഹിക്കും? ഇവിടെ നിന്നാണ് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള എത്തിസം മൊത്തം വന്നത്. മോഡേൺ ലോകത്തെ സകലവിധമായ യുക്തിവാദവും ഉണ്ടായത് ദൈവത്തെ സംബന്ധിച്ചതായ തെറ്റായ ചിത്രം കൊണ്ടാണ്. തെറ്റായ ചിത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കലും ഇത് നിങ്ങൾ വേണമെങ്കിൽ എന്നെ നിങ്ങൾ എന്താ വിളിച്ചാലും, ഞാൻ മോശ വെളിപ്പെടുത്തിയ, ഏലിയാവ് വെളിപ്പെടുത്തിയ, ശാമുവേൽ വെളിപ്പെടുത്തിയ അവർ കണ്ട ദൈവത്തെ എനിക്ക് വിശ്വാസം ഇല്ല. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഗോഡ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ഈ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. I believe the God that Jesus Christ revealed. യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏലിയാവിൻ്റെ ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഏലിയാവിൻ്റെ ദൈവത്തിന് തെറ്റല്ല അവിടെ, ഏലിയാവിൻ്റെ കാഴ്ചപ്പാടിലെ ദൈവം കൊല വിളിക്കുന്ന ദൈവം. ഞാൻ പറഞ്ഞത് ദിസ് ഈസ് എ വെരി പവർഫുൾ ജേർണി ടു ഹാർട്ട് ജേർണിയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് ഇറങ്ങിപ്പോണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇത് പോകണം. നമുക്ക് വാശിയും വൈരാഗ്യവും വന്നതെല്ലാം ദൈവത്തെ സംബന്ധിച്ചതായ തെറ്റായ പഠനം കൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പള്ളി വരാതെ മറ്റിതര ഒരു ദൈവത്തെ ആരാധിച്ച ഒരാൾ നമ്മൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ നമ്മുടെ അയൽവക്കത്തെ ശിവനെയും കൃഷ്ണനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്നൊരു ഹൈന്ദവൻ സ്വർഗത്തിൽ ഇരിക്കുന്നത് കണ്ടാൽ പെന്തിക്കോസ്തുകാരന് എന്ത് തോന്നും? ഒരു ചോദ്യമാണ്. അവൻ ആദ്യം പറയും നമ്മൾ ശശിയായല്ലോടെയെന്ന്. നമ്മൾ ശശിയായ നമ്മുടെ നാട്ടിലെ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് കേട്ടോ, ക്ഷമിക്കണേ. കാരണം എന്താ? ഈ പെന്തിക്കോസ് എന്നുള്ള വാക്ക് ഞാൻ തിരിച്ചെടുക്കാം, ക്രിസ്ത്യാനി എന്നങ്ങ് പറയാം, പോട്ടെ. ഒരു അക്രൈസ്തവൻ സ്വർഗത്തിൽ ഇരിക്കുന്ന കണ്ടാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? എങ്കിൽ പിന്നെ വേർപെടണ്ടായിരുന്നല്ലോ, എങ്കിൽ പിന്നെ വചനം അനുസരിക്കണ്ടായിരുന്നല്ലോ, എങ്കിൽ പിന്നെ സത്യത്തിന് വേണ്ടി നിൽക്കണ്ടായിരുന്നല്ലോ. ഇങ്ങനൊക്കെ പറഞ്ഞമാര് ബഹളം ഉണ്ടാക്കി മിക്കാരും സ്വർഗത്തിൽ നിന്ന് എടുത്ത് താഴ്ചാടും. മനസ്സിലാവുന്നുണ്ടോ? ഒരു അന്യമതസ്ഥനെ നമ്മുടെ ഹാർട്ട് അത്ര വഷളാണ്, നമ്മുടെ ഹൃദയം അത്ര വഷളാണ്. നിങ്ങൾ യേശു എന്തോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞേക്ക്. നമ്മളോട് ഈ സെമയുടെ ഒരു ശകലം പോലും ഇല്ലാത്ത നമ്മളോട് പറയാ ശത്രുക്കളെ സ്നേഹിക്കും.
നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്? ബ്രാനെ അവനെ മുടിഞ്ഞു പോണേ, അവൻ്റെ തലയിൽ വണ്ടി കയറണേ, അവൻ്റെ തലയിലോട്ട് ആ മാവും പ്ലാവും ഒടിഞ്ഞ്, അങ്ങനെ പ്രാർത്ഥിക്കാനല്ല, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. God said, love your enemy. ഞാൻ സാധാരണക്കാരൻ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ശത്രുവിനെ സ്നേഹിക്കുക. പക്ഷെ ദൈവം തൻ്റെ ശത്രുക്കളെ എല്ലാം എടുത്ത് എവിടെ കൊണ്ടിടും? ദൈവം തൻ്റെ ശത്രുക്കളെ മുഴുവൻ അങ്ങോട്ട് എടുത്തിട്ട് നിത്യ നരകത്തിലോട്ടിടും. അപ്പം ഞാൻ ശത്രുവിനെ സ്നേഹിക്കണം. ദൈവം ശത്രുവിനെ എല്ലാം എന്ത് ചെയ്യും? ദൈവം ശത്രുവിനെ നരകത്തിലിട്ട് വറക്കും. അപ്പം ഈ വിഷയത്തിനകത്ത് ദൈവമാണോ നല്ലത്, ഞാനാണോ നല്ലത്? അപ്പൊ ക്രിസ്ത്യാനി പ്രസംഗിക്കുന്ന ദൈവം ക്രിസ്ത്യാനിയൊക്കെ കൊള്ളാത്തവനാ. ക്രിസ്ത്യാനി പ്രസംഗിക്കുന്ന ദൈവം ക്രിസ്ത്യാനിയൊക്കെ കൊള്ളാത്തവനാ. കാരണം ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം ശത്രുവിനെ നരകത്തിലിടുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ? വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? The problem is the broken heart. എല്ലാ മനുഷ്യരും ഹൃദയം കൊണ്ട് വഷളാണ്. എല്ലാ പ്രശ്നത്തിന് കാരണം ബന്ധങ്ങൾക്കകത്ത് why people are not respecting others? ഹൃദയം വഷളാണ്. നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദരമായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുക. അകത്ത് ഹൃദയം വേസ്റ്റ് കൂനേക്കാൾ അഴുക്കാണ്. ആരെയും ബഹുമാനിക്കത്തില്ല, മറ്റുള്ളവരോട് ഭയങ്കര റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കര പ്രശ്നമായി. ഹാർട്ട് ഈസ് ദ പ്രോബ്ലം. ഹൃദയത്തിന് സൗഖ്യം നടക്കണം. യേശുവിൻ്റെ വരവിൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്താണ്? ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്. മൈ ഡിയർ ബിലവഡ് ഇൻ ക്രൈസ്റ്റ്, ജീസസ് കെയിം ടു ദ വേൾഡ് ടു റിവീൽ ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പിതാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്താനായിട്ട് യേശു വരിക. എന്താ? പിതാവിൻ്റെ ഹൃദയം വെളിപ്പെട്ടാലേ മക്കളുടെ ഹൃദയം സൗഖ്യമാകൂ. പിതാവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാലേ മനുഷ്യജാതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. മനുഷ്യജാതിക്ക് ഇന്ന് പ്രതികാരത്തിൻ്റെയും തിന്മയുടെയും അക്രമത്തിൻ്റെയും മൊത്തം വാസന വന്നത് ദൈവത്തെ കണ്ടത് തെറ്റായ രീതി കണ്ടതുകൊണ്ടാണ്. ബ്രോക്കൺ ഹാർട്ട്. ഞാൻ പറഞ്ഞില്ലേ, പാപം ചെയ്ത മനുഷ്യൻ വീണ മണ്ണിൽ നിന്ന് ചെളി വാരി ആദ്യം അവൻ തൻ്റെ ദൈവത്തിൻ്റെ മുഖത്ത് തേച്ചു. ദൈവത്തിൻ്റെ മുഖത്തെ വിരൂപമാക്കി. അവൻ്റെ വീഴ്ചയിൽ അവൻ ചെളിവാരി ദൈവത്തിൻ്റെ മുഖത്ത് തേച്ച് ദൈവത്തെ വിരൂപനാക്കി, ദൈവത്തെ ശത്രുവാക്കി, ദൈവത്തെ പ്രതികാരകനാക്കി. My God, that Jesus Christ revealed, is not a God of judgment, is not a God of revenge. He is ultimately 100% the God of love. I will preach the God of love. I will never preach the God of revenge. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിങ്ങൾ കാണുന്ന അക്രമം, അവിടെ കാണുന്ന യുദ്ധം, അവിടെ കാണുന്ന മുഴുവൻ തേർവാഴ്ച യഹൂദന്റെ ഭാഷളായ മനസ്സാണ്. അത് ദൈവത്തിന്റെ പേരിലിട്ടേക്കുക. ദാവീദ് പോയി ഈ ഗോലിയാത്തിനെ കൊന്നു. പെണ്ണുങ്ങൾ അവിടെ നിന്നൊരു പാട്ട് പാടി, ദാവീദ് 1000 കൊന്നു, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ചുമ്മാതെ കൈയും കെട്ടി ഒരു വേലയ്ക്കും പോകാതെ നാട്ടുകാർക്കും ദേശക്കാർക്കും ഒരു ഗുണവും ഇല്ലാത്തൊരു നേതാവാണ് നമ്മുടെ ശൗല്. യുദ്ധം അവിടെ നടക്കുമ്പോഴും ഇവിടെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന ശൗലിന് ചുമ്മാതെ കിട്ടി, ഫ്രീ ആയിട്ട് 1000 പേരെ കൊന്നു, ചുമ്മാതെ കിട്ടി. ശൗൽ ആരെയും കൊന്നില്ല. ശൗല് ചുമ്മാതെ വീട്ടിനകത്തിരിക്കുക, കൊട്ടാരത്തിലിരുന്ന് വല്ല ചാമരം വീശി അതിനകത്ത് വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ശൗലിന് ഫ്രീ ആയിട്ട് കിട്ടി. എന്ത് കിട്ടി? 1000 കൊന്നു. അതിപ്പോൾ ആര് കൊടുത്താ? പെണ്ണുങ്ങൾ കൊടുത്തിയ. ഇതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത സ്നേഹനിധിയായ കാരുണ്യവാനായ കരുണാമയനായ മഹാദൈവം, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം സ്വർഗത്തിലിരിക്കുക. ഈ യഹൂദന്മാരെല്ലാം കൂടെ തമ്പുരാനിട്ട് കൊടുത്ത പണിയാണ് ഈ പഴയ നിയമത്തിലെ മുഴുവൻ യുദ്ധവും. അവന്മാർ പോയി കൊന്നിട്ട് യഹോവ കൊന്നെന്നായി.
എനിക്കിപ്പോൾ സംശയമുണ്ട്, ഈ പെസഹായിലെ ബാധ, പെസഹായിൽ രാത്രിയിൽ ഇറങ്ങി വന്ന് ഈ അർദ്ധരാത്രിയിൽ വന്നിട്ട് ഈ ആദിജാതന്മാരെ കൊന്നത് ആരാന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ആലോചിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെസഹായിക്ക് വന്ന് ആദിജാതന്മാരെ കൊന്നില്ലേ? അത് സത്യ ദൈവമാണ്. എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എൻ്റെ ദൈവം അങ്ങനല്ല, എൻ്റെ യേശു പഠിപ്പിച്ച ദൈവം അതല്ല. അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് വെളിപ്പെടുത്തിയ ദൈവം അതല്ല. എൻ്റെ കർത്താവ് വെളിപ്പെടുത്തിയ പിതാവ് ഇവർ പറയുന്ന സാധനമല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ വന്നത് ദൈവ വിഷയത്തിലാണ്. കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രിയായിട്ടാണ് ദൈവത്തെ കാണിക്കുന്നത്. ദൈവം താൻ അടിയോടടി കൊല വിളിക്കുന്ന ദൈവം. പിന്നെ അവൻ്റെ ശിഷ്യന്മാരെങ്ങനെ ഇരിക്കും? അവൻ്റെ ശിഷ്യന്മാരും കൊല വിളിക്കും. നമുക്ക് വാശിയും വൈരാഗ്യവും വളരെ വളരെ പഴയ നിയമം വായിക്കുന്നേ ഇല്ല. ഓക്കെ, നല്ലതാ, ചില സമയത്തൊക്കെ നല്ലതാ കേട്ടോ. ഈ ക്രിസ്തുവിൻ്റെ ഹൃദയം ഇല്ലാതെ വായിക്കരുത്. ഭയങ്കര വേദന. സത്യം പറയാം, ഞാനിപ്പോൾ വായിക്കുന്നതുകൊണ്ട് ഇത് ഈ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഇങ്ങനെ കുറച്ച് ഇരുന്ന് വായിക്കുമ്പോൾ ഐ വാസ് റിയലി ക്രൈങ്. എനിക്കങ്ങ് ഭയങ്കര വേദന തോന്നുക. അപ്പം ഒരു പട്ടണത്തിലോട്ട് വരിക, അവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ബേബി, ഒരു അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പാലും കുടിച്ചോണ്ടിരിക്കും കുഞ്ഞ്. യഹൂദൻ ഇങ്ങോട്ട് വന്നിട്ട് അവനെ അങ്ങ് വെട്ടുക. എന്നിട്ട് പറയാം യഹോവ പറഞ്ഞെന്ന്. ഇറങ്ങി പോടാന്ന് പറയണം നിന്റെ യഹോവ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ കൊച്ചു കുഞ്ഞ് എന്ത് ചെയ്തു? അവനെന്തോ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അവൻ അമ്മയുടെ മുലപ്പാലും കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ യുവമാർ വന്നങ്ങ് വെട്ടിക്കൊന്നിട്ട് പറയാം യഹോവ കൽപ്പിച്ചത്. അപ്പം ഈ കുഞ്ഞിനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു സ്നേഹവും ഇല്ലാത്തൊരു യഹോവയാണോ അത്? ഇവിടെ വാസ്തുവിൽ ആരുടെ മനസ്സ്, ആരുടെ ഹൃദയമാണ് കുഴപ്പം? ദൈവഹൃദയമാണോ യഹൂദന്റെ ഹൃദയമാണോ? ഉത്തരമില്ലെങ്കിൽ ഈ പരിപാടി നിർത്താൻ സമയമായി. ഉത്തരം വരുവച്ചാ, ഈ തലമുറ ഉത്തരം കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്ന ദൈവം, പുതിയ നിയമത്തിലെ ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം, ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹൃദയം, that is a true nature of our God. Amen. എൻ്റെ ഹാർട്ട് ഹീലാകാൻ ആദ്യം നമ്മൾ ദൈവത്തെ സംബന്ധിച്ച ചിന്തകൾ മാറും. Who is your God? നീ ആരാന്ന് നീ അറിയണമെങ്കിൽ നിന്റെ ദൈവം ആരാന്ന് പറഞ്ഞാൽ മതി. നിന്റെ ദൈവം ആരാണോ അതാ നീ. നിന്റെ ദൈവം ക്രൂരനാണോ നീയും ക്രൂരനാണ്. നിന്റെ ദൈവത്തിന് പകയുണ്ടോ നിനക്കും പകയുണ്ട്. നിന്റെ ദൈവം ഭീഷണിപ്പെടുത്തുന്നവനാണോ നീയും ഭീഷണിപ്പെടുത്തും. നിന്റെ ദൈവം പ്രതികാരദാഹിയാണോ നീയും പ്രതികാരദാഹിയാണ്. കാരണം നിന്റെ ദൈവത്തിൽ നിന്നാണ് നീ വന്നത്. അതാ നിന്റെ റിസോഴ്സ്. So the concept about God, the revelation about God has to be changed. Jesus came to the world to heal the broken-hearted. Hallelujah. I have gone through that. ആ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഈ വിഷയങ്ങളെല്ലാം എനിക്കൊന്ന് നമ്മുടെ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ പോയാൽ നോയിങ് ഗോഡ് എന്നൊരു ഒരു നോയിങ് ഗോഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഹെഡിങ്ങിൽ, ഒരു ടൈറ്റിലിൽ കുറേ മെസ്സേജസ് ഉണ്ട്. നിങ്ങളത് കേൾക്കണം. നോയിങ് ഗോഡ് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അപഗ്രഥിച്ച ഒരു പഠനമാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് അല്ല, എന്നാലും അത്യാവശ്യത്തിനൊക്കെ കിട്ടും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. ഹാർട്ട് ജേണി, നമ്മുടെ യാത്ര പോവുക കേട്ടോ. ഇതൊരു ആത്മീയ യാത്രയാണ്, ഹൃദയത്തിലേക്കൊരു യാത്രയാണ്. വി വാണ്ട് ടു നോ മോർ അബൌട്ട് മീ. ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കും. ഒന്ന്, നമ്മുടെ ദൈവം ആരാന്ന് മനസ്സിലാക്കും. രണ്ട്, നമ്മളാരാന്ന് മനസ്സിലാക്കും. നമ്മുടെ ഹൃദയം എത്ര വഷളാന്ന് മനസ്സിലാക്കും. നമുക്കൊരു ഒരു വിടുതൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇനി അങ്ങോട്ട് യാത്ര പോകുമ്പോൾ നമുക്ക് പകയും വിദ്വേഷവും കയ്പും തോൽവിയും ഭയവും, എന്തിനു ജീവിക്കണം ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യം? ഇങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആവശ്യമില്ല. ഒരർത്ഥത്തിൽ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെക്കാൾ കുറേയും കൂടെ മാന്യമായിട്ട് മറ്റു മതങ്ങളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മളെക്കാൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി ബേസിക്കലി റൂട്ടഡ്ലി മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നു. ചേഞ്ചസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. The concept about your God has to be changed first. Jesus came to the world to reveal the heart of the Father, then the heart of the fallen man.
കാരണം ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുമ്പോഴേ വീണുപോയ മനുഷ്യൻ്റെ ഹൃദയം മനസ്സിലാവുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ആവണം. നമ്മുടെ ഹൃദയം മാറണം. നമ്മുടെ ഹൃദയം വഷളായി പോയതാണ്. നമുക്ക് പക ഇഷ്ടം, പകയാണ്. എല്ലാ വിശ്വാസികൾക്കും പക. ഞാൻ കണ്ടിട്ടുണ്ട്. പകയും വിദ്വേഷവും കയ്പും രോഷവും ഇറിറ്റേറ്റിംഗ് നേച്ചറും ഒഫൻഡിങ് നേച്ചറും. So many areas we need to be healed. We cannot see Jesus anywhere in Christianity. Only in the pictures and in പള്ളിക്കകത്തുള്ള പിക്ചറിൽ മാത്രമേ യേശുവിനെ കാണുന്നു. We cannot see anywhere. Jesus is not nowhere. So I'm just asking and pleading you, my dear brothers, let us see the heart, the condition of our heart, and to be like Jesus. ഈ തലമുറയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ തനിമയെ വെളിപ്പെടുത്താൻ അവസരം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നിർത്തുക. നിങ്ങളത് അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയമാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവാണ് ഒറിജിനൽ ദൈവത്തിൻ്റെ നേച്ചർ വെളിപ്പെടുത്തിയത്. യഹൂദൻ്റെ മനസ്സിൻ്റെ വഷളത്വം, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ചിന്താഗതികൾ, പഴയ നിയമത്തിലെ ജനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, എത്രത്തോളം അവരുടെ ഹൃദയങ്ങൾ മുറിവേറ്റിരുന്നു, എത്രത്തോളം അവരുടെ ഹൃദയങ്ങളിൽ ധീനം പിടിച്ചിരുന്നു എന്നത് നിങ്ങൾ പഴയ നിയമത്താളുകളിൽ വായിക്കണം. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ സ്ഥിരമായൊരു ആത്മാവിനെ തരണം, എൻ്റെ ഹൃദയത്തെ എന്തുവാ പുള്ളി പ്രാർത്ഥിക്കുക, എന്തോ ശുദ്ധമായൊരു ഹൃദയം എനിക്ക് വേണം. ഐ വാണ്ട് എ ക്ലീൻ ഹാർട്ട്. മൈ ഹാർട്ട് ഹാസ് ടു ബി ഡീൽ വിത്ത്. I want you to be healed right now. Our God is so good. God is so good. Our God is so good. നമ്മുടെ കർത്താവ് നല്ലവനാണ്. God is good. കഷ്ടതയിലും താഴ്ചയിലും ഉയർച്ചയിലും വീഴ്ചയിലും whatever the conditions you are going through, God is good. I believe knowing God will change your heart, will heal your heart, heal your broken heart. Thank you, Daddy. Thank you, Lord Jesus. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ ഹാർട്ടിൽ ഇനിയും ലൈറ്റ് എത്താത്ത ഒത്തിരി ഏരിയ ഉണ്ട്. സോ മെനി ഡാർക്ക് ആൻഡ് ഏരിയ ഉണ്ട്, ഒത്തിരി ഉണ്ട്. എൻ്റെ ഹൃദയത്തിലും ആ ട്രൂ ലൈറ്റ് എത്താത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. ആ ഏരിയയിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്ന ഒരു പഠന പരമ്പരയായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമുക്ക് ദൈവവചനം കേൾക്കാൻ അവസരങ്ങൾ ദൈവം തരുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായിട്ടും പങ്കുവയ്ക്കണം. അത് ഞങ്ങളോട് ഷെയർ ചെയ്യണം. എൻ്റെ ഇൻബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഇടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ടും രേഖപ്പെടുത്തണം. ഒരുമിച്ച് ഒരു റേഡിയോ പ്രഭാഷണം പോലെ പോകാതെ ഡയറക്ട്ലി ഐ എം ടോക്കിംഗ് ടു യുവർ ഹാർട്ട്. ദൈവത്തോട് പറ, ലോർഡ് ചേഞ്ച് മൈ ഹാർട്ട്. ലോർഡ്, ഒരു പാട്ടുണ്ട്, ചേഞ്ച് മൈ ഹാർട്ട് ഓ ലോർഡ്, മേക്ക് ഇറ്റ് എവർ ട്രൂ. ചേഞ്ച് മൈ ഹാർട്ട് ഓ ഗോഡ്, may I be like you. Change my heart, O Lord. The days of wonders are coming. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൈമാറാം. Whatever the things you want to do, you do it and be blessed. Thank you, Lord Jesus. Okay, നമ്മൾ വീണ്ടും നാളെ
ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് സന്ധിക്കും വരെ ദൈവം കൃപയിൽ എല്ലാവരെയും മറക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ.